85 ബ്രാൻഡ്സ് വിത്തിൻ 18 months. യെസ്. ഒരേ കമ്പനി 4 ബർഗർ ബ്രാൻഡ്സ് റൺ ചെയ്യുന്നു. അതേ കമ്പനി വേറെ 4 പിസ്സ ബ്രാൻഡ്സ് റൺ ചെയ്യുന്നു. അതേ കമ്പനി വേറെ പലതും ചെയ്യുന്നു. ഇനി ഇതിനകത്ത് വേറെ അത്ഭുതം കൂടി ഉണ്ടായിരുന്നേ. വൺ ഓഫ് ദ കോഫൗണ്ടേഴ്സ് ഇസ് എ മലയാളി. ബേസിക്കലി ആ ഹോട്ടലിലുള്ള ഫുൾ ക്യാഷ് ഫ്ലോ. ഓക്കെ. അതായത് അവിടെ പൈസ ഉള്ള ഏക മനുഷ്യൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ എം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് ഹോട്ടൽ. ആ പ്രൊജക്ട്സിൽ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ വി നെവർ പ്രോമിസ്ഡ് സെയിൽസ്. തുറന്ന് ആക്ഷേപിക്കല്ല, ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഒരു കൺസൾട്ടന്റ് വന്നു കഴിഞ്ഞാൽ സെയിൽസ് കൂടും. വി ആർ ഒപ്റ്റിമൈസിങ് യുവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വേറെയാണ്, നെറ്റ് പ്രോഫിറ്റ് വേറെയാണ്. ഞാൻ പഠിച്ച ഒരൊറ്റ സമയം പറഞ്ഞാൽ വാട്ട് എവർ യു ആർ സെല്ലിംഗ്, ലേൺ അബൌട്ട് ഇറ്റ്. ദുബായിൽ നിന്ന് മാറിയെന്ന് ഒരു കുഞ്ഞി കഫറ്റീരിയയിൽ ആള് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു 5 ബ്രാൻഡ് റൺ ചെയ്തു. ഞാൻ ആ ഔട്ട്ലെറ്റ് ഇപ്പോൾ 50,000-60,000 ദിർഹംസ് മാസാമാസം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ ഫൗണ്ടേഴ്സിനോടും പറയുന്നത്, ഒരു ദിർഹംസ് ജനറേറ്റ് ചെയ്യാം. വെറുതെ ഐഡിയ ആയിട്ട് വരല്ലേ. എക്സാക്ട്ലി. അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് ട്രസ്റ്റ് യു. ഞാനിപ്പോ ഒരു ബ്രാൻഡ് 10 ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു, ഒരെണ്ണം കൂടി തുടങ്ങിയ 20 ആവുന്നല്ല, ഇറ്റ് വിൽ മൂവ് ടു 15. ആ ലോജിക് നിങ്ങൾക്ക് അറിയാം. ആ കസ്റ്റമർ അത് 50% ഡിസ്കൗണ്ടിലെ ബ്രാൻഡേ വാങ്ങിക്കുള്ളൂ. അവിടെ എനിക്ക് ഒരു ബർഗർ ബ്രാൻഡ് ഉണ്ട്, എനിക്ക് ഡെലിവറി ഫീസ് ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ. അതിന് വേറൊരു കാറ്റഗറി ഉണ്ട്, അവിടെ പോയാലും ഉണ്ടാവും എൻ്റെ ഒരു ബർഗർ ബ്രാൻഡ്. പക്ഷെ ഇതൊന്നും സെയിം ആയിരിക്കില്ല. എനിക്ക് 100 ഓർഡർ ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും ആവണം എന്ന് ഒരുമിച്ച് വാശി പിടിച്ചാൽ അവിടെ കരിഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ 425 സ്ട്രീംസ് ഉണ്ട് എനിക്ക്, റവന്യൂ സ്ട്രീം ആയിട്ട് മാത്രം. പക്ഷേ ദ പ്രോബ്ലം ഇസ് മാർക്കറ്റ്. ഫുള്ളി ഡാറ്റ ഡ്രിവൺ ആണ്. ഡാറ്റ ഡ്രിവൺ മാത്രമാണ് ഇപ്പൊ നമ്മൾ, അത് മാത്രമേ ഉള്ളൂ. ഡാറ്റ നോക്കുന്നു, ചെയ്യുന്നു. എനിക്കൊരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുള്ളത്. ഈ ക്ലൗഡ് കിച്ചണായിട്ട് വരുന്ന ആൾക്കാരുടെ ഞങ്ങൾ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് പറയാന്ന് വെച്ചാൽ, ഓക്കെ, വാട്ട്സ് യുവർ എൻഡ് ഗോൾ? ഇപ്പൊ ഈ ദുബായ് തന്നെ 13,000 to 15,000 റെസ്റ്റോറൻറ്റ്സ് യു ആർ കോമ്പീറ്റിംഗ് വിത്ത്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ ബ്രാൻഡ് എന്റെ ബിരിയാണി നല്ലതാന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് വന്ന് കഴിക്കണം എന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ ഖത്തറിൽ പോയി, നവംബറിൽ. KarenCurePharmacy.com നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ ഉണ്ട്. അതിൻ്റെ 25th ഇ-കൊമേഴ്സ് സ്റ്റോറിൻ്റെ അല്ല, ആ ബ്രാൻഡിൻ്റെ 25th ആനിവേഴ്സറി ആയിരുന്നു. സോ അതിന് പോകുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് ഡോക്ടർ അഫ്ല, വേവാർഡ് ഗോർമേ എന്നാണ് അറിയപ്പെടുന്നത്, അവനെ കാണുന്നു. ബിക്കോസ് വി ബോത്ത് ആർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഞങ്ങൾ ഹായ് പറയുന്നു, പരിചയപ്പെടുന്നു. ആൻഡ് വി വെൻ്റ് ഓൺ എ ഫുഡ് ടൂർ വിച്ച് ഹി ഓഫേഴ്സ് ഫോർ ഓൾ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ ഫുഡ് ടൂർ പോകുമ്പോൾ കുറേ തീറ്റിച്ച്, ഞാൻ കൂടുതൽ കഴിക്കുന്ന ആളല്ല, ബട്ട് അവിടെ പോകുമ്പോൾ പിന്നെ ബർഗർ വാങ്ങിച്ചു തരും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാർമ വാങ്ങിച്ചു തരും, അത് കഴിഞ്ഞിട്ട് പിന്നെ മന്തി വാങ്ങിച്ചു തരും, പിന്നെ ഡെസേർട്ട് വാങ്ങിച്ചു തരും. ആൻഡ് ഹീസ് ടോക്കിംഗ് എ ലോട്ട് അബൌട്ട് ഹൗ ദ ഖത്തർ ഫുഡ് സീൻ ഈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പറയുന്നു, ഞാനിങ്ങനെ തലഭാത്തിൻ്റെ അംബാസഡർ ആയിരുന്നു കുറച്ച് കാലം. അപ്പോൾ അവർ കുറേ ഫുഡ് കൂപ്പൺസ് തരും. സോ ഹീ യൂസ് ടു ബൈ ട്രൈ ഔട്ട് എവറി ബ്രാൻഡ്സ് ഇൻസൈഡ് ദിസ് അഗ്രിഗേറ്റർ. അപ്പോൾ അത് കഴിഞ്ഞ് അത് നല്ലതാണല്ലോ. പക്ഷെ ഞാനൊരു സാധനം കണ്ടുപിടിച്ചു തന്നെ. എന്ത് സാധനം? അവൻ പറഞ്ഞ്, എടാ, ഒരേ കമ്പനി 4 ബർഗർ ബ്രാൻഡ്സ് റൺ ചെയ്യുന്നു. അതേ കമ്പനി വേറെ 4 പിസ്സ ബ്രാൻഡ്സ് റൺ ചെയ്യുന്നു. അതേ കമ്പനി വേറെ പലതും ചെയ്യുന്നു. പറഞ്ഞു, എടാ അപ്പോൾ എന്താ പരിപാടി? അത് ക്ലൗഡ് കിച്ചണാണ്. അത് നല്ല പരിപാടിയാണല്ലോ. പക്ഷെ അതിനകത്തൊരു അത്ഭുതമുണ്ട്. വേറെ എന്താ അത്ഭുതം? They have just launched maybe 2 years back. എത്ര ബ്രാൻഡ് ഉണ്ട്? അവനറിഞ്ഞു. ഞാൻ എണ്ണിട്ട് തന്നെ എനിക്ക് 40-ൽ കൂടുതൽ ബ്രാൻഡ് ഉണ്ട്. എടാ, വെറുതെ പറയാണ്. പക്ഷേ ദെൻ ഹി ഷോഡ് മീ എവറിത്തിങ്. ഇനി ഇതിനകത്ത് വേറൊരു അത്ഭുതം കൂടി ഉണ്ടായിരുന്നേ. വൺ ഓഫ് ദ കോഫൗണ്ടേഴ്സ് ഇസ് എ മലയാളി. വെറുതെ അല്ല, സത്യമായിട്ടും ഒരു കോഫൗണ്ടർ മലയാളിയാണ്. അങ്ങനെ അവൻ്റെ ലിങ്ക്ഡിൻ പേജ് എനിക്ക് കാണിച്ചു തരുന്നു, ഷെഹർസാദ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി, സംഭവം സത്യമാണ്, ഒരാളുണ്ട്. ആ ആളെ നമ്മളിന്ന് പോഡ്കാസ്റ്റിൽ വന്നിട്ട്. സോ ടുഡേ വി വിൽ ലേൺ ഓൺ ഹൗ ക്ലൗഡ് ഫുഡ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്തൗട്ട് ഈവൻ. ഇത് ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ആ ബ്രാൻഡിനെ കുറിച്ച് വേറെ ഒരു ഡീറ്റെയിൽസും കിട്ടില്ല കേട്ടോ. ഐ എം ജസ്റ്റ് സീയിങ് സം പോസ്റ്റ്
ഓഫ് ഡ്രൈവേഴ്സ് ക്യൂയിങ് അപ്പ് അറ്റ് ദെയർ ക്ലൗഡ് കിച്ചൺസ്. ബാക്കി നമുക്ക് ഞാൻ കുറേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബാക്കി നമുക്ക് ആ ഫോണിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. ഷെർസാദ്, വെൽക്കം ടു ദ ഷോ. Thanks for having me, man. 6 മാസമായി ഞാൻ നിങ്ങളെ പിന്നാലെ നടക്കുന്നു. നമ്മളിപ്പം ബേസിക്കലി വി വിൽ സ്റ്റാർട്ട് ഓൾമോസ്റ്റ് 6 months. കറക്റ്റ്. ഇവിടുന്ന് നിങ്ങളെ കാണുന്ന ഞാൻ ഒരിക്കലും, നമ്മളിപ്പോൾ ദുബായിലല്ലേ, ഇവിടെ നിങ്ങളെ കാണുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാനും ഹാരിസ് റൈറ്റ് ഹാരിസായിട്ടൊക്കെ കഴിഞ്ഞ 6 വർഷത്തെ എക്സ്പീരിയൻസാ. ഹാരിസിനോട് വിളിച്ചു ചോദിച്ചു, എടാ എന്താണ്, ആർ യു ഷുവർ അബൌട്ട് ഹിം? അവർ പറഞ്ഞു, ഇല്ല ഷാനെ, ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്, യു ഗോ അഹെഡ്. ഇതൊരു പ്രശ്നമാണല്ലോ. ദ മൊമെന്റ് യു ആർ ഇൻ ദാറ്റ് സീറ്റ്, റൈറ്റ്, ഞാൻ നിങ്ങളെ ട്രസ്റ്റ് പാസ് ചെയ്തു. ഇഫ് സംതിങ് ഗോസ് റോങ് ഐ ആം ഓൾസോ ലയബിൾ. അതെ. അങ്ങനെ ഹാരിസ് പറഞ്ഞു, ഷെഹർസാദ് ഉണ്ടാ ദുബായില്, പിന്നെ വൈ ഡോണ്ട് യു കോൾ ഹിം ഫോർ ദ ഇവന്റ്. നമ്മൾ ദുബായിൽ മീറ്റപ്പ് നടത്തി. അങ്ങനെ മീറ്റപ്പിൽ നിങ്ങളെ വിളിച്ചു. മീറ്റപ്പിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളുമായിട്ട് പരിചയമായി. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഓക്കെ, വൈ നോട്ട് നൗ, എന്തിനാണ് നാട്ടിലുണ്ട്? നാട്ടിൽ നടന്നില്ല, കാരണം ഐ തിങ്ക് ബിക്കോസ് ഓഫ് മിഡിൽ ഈസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ നാട്ടിൽ വന്നില്ല. അപ്പൊ അത് നമ്മളെ പോഡ്കാസ്റ്റ് നടന്നില്ല. ബിഫോർ ദാറ്റ് വി ഹാഡ് എ കോൾ. അപ്പൊ എവിടെ നിന്നാണ് നിങ്ങളെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ എപ്പിസോഡ് കാണുന്ന നിങ്ങളിൽ പലരും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൂടെയും നല്ല ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ഈ വാട്സാപ്പിലൂടെ ഒക്കെ ഓൺലൈൻ ബിസിനസ് ചെയ്യും, എന്താണ് പ്രശ്നം? നമുക്ക് കസ്റ്റമർ അഡ്രസ്സ്, എന്താണ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ പല പ്രാവശ്യം നോക്കേണ്ടി വരും. ഇത് ഓർഗനൈസ് ചെയ്യുക, അപ്പുറത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ കൊണ്ടുപോയിടുക, ഭയങ്കര ഹെക്റ്റിക് പ്രോസസ്സാണ്. ഇതിന് ആക്ച്വലി ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? യെസ്, അതിനുള്ളൊരു ഫ്രീ ടൂൾ ഉണ്ട്, orders.app. അവരാണ് ഈ എപ്പിസോഡ് നമ്മളെ സപ്പോർട്ട് ചെയ്ത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എവിടുന്നാ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി വി മെറ്റ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, ബേസിക്കലി ഇൻ ദുബായ് അല്ലേ. കാരണം ദുബായ് നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കലി, ബിക്കോസ് ഐ ഹവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്ട് ഫോർ സ്മാക്കിറ്റ് തുടങ്ങിയിട്ട് ഇപ്പം 18 months ആയിട്ടാണുള്ളത്. ബട്ട് ബിഫോർ ദാറ്റ് ദർ വാസ് എ 3-year പ്ലാൻ. എക്സിക്യൂട്ട് ചെയ്യാതെ ഒരു പിച്ച് ടെക്നിക് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 3 വർഷം സ്പെൻഡ് ചെയ്തിരുന്നു. ടോട്ടൽ ഒരു ടോക്കിംഗ് അബൌട്ട് 4.5 to 5 years എന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈം. ബട്ട് ബാക്ക് ദെൻ ദ നെയിം വാസ് നോട്ട് സ്മാക്കിറ്റ്. കമ്പനീന്റെ പേര് സ്മാക്കിറ്റ് എന്നായിരുന്നില്ല, ഇറ്റ് വാസ് എ ഡിഫറെന്റ് നെയിം. ബട്ട് വെൻ വി ഹാഡ് ടു ടേക്ക് ഇറ്റ് ടു എ ഡിഫറെന്റ് സ്കെയിൽ വി ഹാഡ് ടു ചേഞ്ച് ദ നെയിം. അതായിരുന്നു. അപ്പൊ അന്ന് വേറൊരു പേരായിരുന്നു Cloud9 Brands പറഞ്ഞിട്ട് C9B എന്നുള്ളൊരു ബിൽഡിംഗ് ദിസ് ബിസിനസ് ഫോർ ദുബായ് ആ സമയത്ത്. ബട്ട് ഇവൻച്വലി ഗോഡ് ഹാഡ് ഡിഫറെന്റ് പ്ലാൻസ്. And this was basically our 70th investor who came on board. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അതിന്റെ മുമ്പ് നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോണ്ടെക്സ്റ്റ് കിട്ടും. Okay. Maybe in your school days you were doing some business or college, something like that. Born and brought up in Dubai. Born and brought up in Dubai. New India Model School എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലായിരുന്നു. All my KG തൊട്ട് 12th വരെ അവിടെ തന്നെ തീർത്തു. ഇഷ്ടംപോലെ അലൂമിനീസ് ഉണ്ട്. അലൂമിനി നിംസ് എന്ന് പറഞ്ഞാല് മലയാളികളുടെ ഒരു ഇതാണ്, കുതാവകാശം എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. അത് കഴിഞ്ഞ് ഐ ഡിഡ് മൈ ബാച്ചുലേഴ്സ് ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഫ്രം എമിറ്റി യൂണിവേഴ്സിറ്റി ദുബായ്. അത് അക്കാഡമിക് സിറ്റിയിലുള്ള, അന്ന് ഇന്നത്തെ പോലെ ക്യാമ്പസ് ഒന്നും ഇല്ല. ദാറ്റ് വാസ് ലൈക്ക് എ 3 floor ക്യാമ്പസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ബിക്കോസ് ഓഫ് ദ കോഴ്സ് ഐ അപ്ലൈഡ് ഓവർ ദെയർ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഐ ജോയിൻഡ് ഗ്രാൻഡ് ഹയത്ത് ദുബായ്. അവിടെ ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇൻ ഇവന്റ്സ് പ്ലാനിങ്. And then my father used to work there. Oh, okay. ആള് ലേശമല്ല, നല്ല വാസ്ത ഉണ്ടായിരുന്നു. ഫസ്റ്റ് ജോബ് ഇസ് ഓൾവേസ് ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. സോ ഹി വാസ് ദേർ ഫോർ 38 years. ഹയാത്ത് ഗ്രൂപ്പിന്റെ അടുത്ത് മാത്രമേ ആ ഒരു ഒറ്റ കമ്പനിയിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ 25 years in ഹയാത്ത് റീജൻസി ആൻഡ് 13 years in ഗ്രാൻഡ് ഹയാത്ത്. ദേരയിലായിരുന്നു ഹയാത്ത് റീജൻസി. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 25 years അവിടെ തന്നെ ജോലി ചെയ്തു. പിന്നെ ഗ്രാൻഡ് ഹയത്ത് 2005 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്റെ അറിവില്. ഹി മൂവ്ഡ് ഫ്രം റീജൻസി ടു ഗ്രാൻഡ് ഹയത്ത്. അവിടെ 13 years എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരുന്നു. ഹീസ് എൻ എഞ്ചിനീയർ. അങ്ങനെ ലൈക്ക് അവിടെ 2 വർഷം ജോലി ചെയ്തു ഇൻ ഇവന്റ്സ് പ്ലാനിങ്. പിന്നെ then I moved into finance. അത് കഴിഞ്ഞപ്പോൾ ചോരത്തിളപ്പെന്ന് പറയില്ലേ, ആ സമയം എപ്പോഴും 2 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല, ഫ്രണ്ട്സിനെ കൂടെ യാത്ര ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നം വന്നപ്പം പേരിന് ഐ ടുക്ക് എ സബാറ്റിക്കൽ. ഐ ലെഫ്റ്റ് ദ കമ്പനി. ഐ റിസൈൻഡ്. അവിടുന്ന് ഇറങ്ങി ബ്രേക്ക് എടുത്തു. rather than sabbatical നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് എന്നുള്ള രീതിയിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുത്തു.
ഒരു യാത്രയ്ക്ക് പോയി, തിരിച്ചു വന്നു. ആൻഡ് ഖത്തറിൽ വന്നു. ഖത്തറിൽ എൻ്റെ സിസ്റ്റർ ഉണ്ട്. അപ്പൊ ആളടുത്ത് പോയപ്പോൾ ആള് പറഞ്ഞു, എന്നാ നീ ഇവിടെ തന്നെ നിന്നോ, ഇവിടെ ജോലിയിൽ നോക്കിയിട്ട്. എനിക്ക് 3 മാസം അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ആ സമയപ്പോഴേക്കും തിരിച്ചോടി വരാനുള്ള ഒരു ടെംപ്ടേഷൻ ഉണ്ടായി. ഇതേ സംഭവം എനിക്കും 2009 സംഭവിച്ചിരുന്നു. Right. ഖത്തറിൽ പോയി അതേപോലെ തിരിച്ച് ദുബായിലേക്ക് വന്നു. പറ്റില്ല. കാരണം ഒന്നാമത് നമ്മൾ അത്രയും ഹസ്ൽ ചെയ്യുന്നൊരു ഇതാണ്. ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വെരി ഓണസ്റ്റ്ലി. ആ സമയത്ത് ഞാൻ അപ്പോഴും ഹോട്ടൽ ഇൻഡസ്ട്രി 9 to 6 ജോബ് എന്ന് പറഞ്ഞൊരു സ്ട്രേറ്റ് ഫോർവേഡ് ജോബ് ആയിരുന്നു. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാം ഇവിടെ തന്നെ ആയതുകൊണ്ട് ഐ വാസ് മോർ ഇൻക്ലൈൻ ടു ബി ഇൻ ദുബായ് എന്നുള്ള രീതിയിൽ. അങ്ങനെ തിരിച്ചു വന്നപ്പം യു ഹാഡ് നോ ക്ലൂ. സോ ലിറ്ററലി ഐ ഹാഡ് നോ ക്ലൂ ഓൺ വാട്ട് ടു ഡു നെക്സ്റ്റ്. ഹോട്ടൽസിലേക്ക് പോകണ്ട, വേറെ എക്സ്പീരിയൻസ് ഇല്ല. Then I met someone. ആളുടെ പേര് സുബിൻ മഷൂസ് എന്നാണ്. ഓക്കെ. ഓൾസോ നോൺ ആസ് സുബിനോളജി. നൈസ്. അതെ, എല്ലാ കണക്ഷനാണ്. നല്ലൊരു കണക്ഷനാണ്. അപ്പം അന്ന് സുബിനാണ്. അന്ന് സുബിനോളജി എന്ന് പറഞ്ഞ സംഭവം ഒരു പേപ്പറിലാണ് ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ദാറ്റ്സ് വെൻ ഐ മെറ്റ് ഹിം, ബിക്കോസ് സുബിന്റെ വൈഫ് എൻ്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ തലശ്ശേരി, അമിറ്റിയിൽ. ആൻഡ് മോർ ദൻ ദാറ്റ് വി വർ ബോത്ത് ഫ്രം തലശ്ശേരി. അങ്ങനെയാണ്, തലശ്ശേരി. അപ്പൊ ഞങ്ങൾ അവിടെ സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കാറുണ്ടായിരുന്നു. സോ സുബിൻ പ്ലേസ് വോളിബോൾ, ബാസ്കറ്റ്ബോൾ എല്ലാം കളിക്കും. സോ വി ഗോട്ട് കണക്റ്റഡ് ആൻഡ് ഹി ടോൾഡ് മീ ലൈക്ക്, ഷെസാദ് എനിക്കൊരു ഹെൽപ്പ് വേണം. ലൈക്ക് വാട്ട്? എനിക്കൊരു 250 സ്ക്വയർ ഫീറ്റിൽ ഒരു കിച്ചൺ ഉണ്ട്, ഒരു കഫറ്റീരിയ ബിൽഡ് ചെയ്യണം, അതിന് ഒരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ലൈക്ക് ഐ എം നോട്ട് ഇൻ ടു ഇറ്റ്, ബട്ട് ലെറ്റ് മീ ഡു മൈ റിസർച്ച്, ബിക്കോസ് അന്ന് ഹയാത്തിൽ എനിക്ക് പഠിക്കലാണ് എന്റെ മെയിൻ ജോബ്. ഹയാത്തിൽ നിങ്ങൾ എന്തായിരുന്നു പൊസിഷൻ? എന്തായിരുന്നു? അപ്പൊ ഞാൻ ഫസ്റ്റ് കയറിയത് ഇന്റേൺ ആയിട്ടാണ്, ഇവന്റ്സ് പ്ലാനിങ്ങിൽ. സോ ഐ യൂസ്ഡ് ഒരു ഇവന്റ് അവിടെ നടക്കുന്ന സമയത്ത് ആ ഫുൾ ബോൾ റൂമിന്റെയോ അല്ലെങ്കിൽ മീറ്റിംഗ് റൂമിന്റെയോ ഫുൾ ഡിസൈൻസ് അല്ലെങ്കിൽ അതിന്റെ പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്യുന്നത് ആ സമയത്ത് ഞാനായിരുന്നു. And after that I moved into finance. Straight opposite. Oh, very nice. എന്ന് വെച്ചാല് അന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ചാല് ഇവന്റ്സ് പ്ലാനിങ്ങിൽ വി ആർ മേക്കിംഗ് മണി, ബട്ട് വി നെവർ സീ മണി. കാരണം എല്ലാം കാർഡ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് ക്യാഷ് കാണില്ല ആ ഒരു സമയത്ത്. സോ ഐ വാസ് ലൈക്ക്, വാട്ട്സ് ഹാപ്പനിങ് വിത്ത് മണി? അപ്പം ആ ഇവന്റ്സ് പ്ലാനിങ്ങിന്റെ ട്രെയിനിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആൻഡ് ഐ വാസ് ലൈക്ക്, ഐ വാണ്ട് ടു മൂവ് ഇൻ ടു സംതിങ് എൽസ് വേർ ഐ വാണ്ട് ടു സീ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ദ ക്യാഷ്. അങ്ങനെ ഫൈനാൻസിലേക്ക് ഒരു ക്രോസ് ട്രാൻസ്ഫർ ചോദിച്ചു. അൽഹംദുലില്ലാ അവര് ഉപ്പാന്റെ പേരുള്ളത് കൊണ്ട് ഉപ്പാനെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്, വെരി ഓണസ്റ്റ്ലി. ആൻഡ് ഇഫ് നോട്ട്, ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ വർക്കിംഗ് ഓവർ ദേർ. അങ്ങനെ ഫൈനാൻസിൽ ഒരു വർഷത്തോളം ക്യാഷ് ഹാൻഡ്ലിങ് എങ്ങനെയാണെന്ന് നല്ലോണം പഠിച്ചു. PNL പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ആ സമയത്ത് യുവർ ആക്സസ് ടുവേർഡ്സ് ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ടോപ്പ് ലൈൻ മാത്രമേ നിങ്ങൾ ബേസിക്കലി ആ ഹോട്ടലിലുള്ള ഫുൾ ക്യാഷ് ഫ്ലോ. അതായത് അവിടെ പൈസ ഉള്ള ഏക മനുഷ്യൻ ഞാൻ മാത്രമായിരുന്നു. ഇറ്റ് വാസ്, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജനറൽ ക്യാഷ്യർ എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷൻ ഉണ്ട്. ഞങ്ങളാണ് ഈ ലിക്വിഡ് ക്യാഷ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുക. വേറെ ഒരു ആളടുത്തും പൈസ ഇല്ല. ബാക്കി എല്ലായിടത്തും ക്രെഡിറ്റും ടെർമിനൽസ്, അതായത് POS മെഷീനും മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ വാസ് ലൈക്ക്, ഓക്കെ, ഐ എം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് ഹോട്ടൽ. ഒരു എമൗണ്ട് ഫ്ലോട്ട് എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിൽ ലോക്കർ ഉണ്ട്. ആ ഒരു രീതിയിലായിരുന്നു പോയത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 1 year ഡൗൺ ദ ലൈൻ ക്യാഷ് ഹാൻഡ്ലിംഗ് പഠിച്ചു. പിന്നെ കുറച്ച് റിക്കൺസിലിയേഷൻ എന്താണെന്ന് പഠിച്ചു. ഇൻകം ഓഡിറ്റിംഗിന്റെ ബേസിക്സ് പഠിച്ചപ്പോൾ ഐ വാസ് ലൈക്ക്, ഐ ഹവ് ലേൺഡ് വാട്ട് ഐ വാണ്ടഡ് ടു ലേൺ, ലെറ്റ് മീ സ്റ്റെപ്പ് ഔട്ട്. I want to pursue ഇത്. കാരണം ഒരു ബോറിംഗ് ജോബായി മാറി എനിക്ക് പേഴ്സണലി. കാരണം യു ഡൂയിങ് ദ സെയിം ജോബ് എവറി സിംഗിൾ ഡേ. ഒരു ചാലഞ്ച് വരണമെങ്കിൽ മന്ത് എൻഡ് ആവണം. അത് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഫൈനാൻസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു മന്ത് എൻഡ് ആയാലാണ് ഇതിന്റെ ചാലഞ്ച് വരാം. ഏത് ബുക്സ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഒരു ചാലഞ്ച് അല്ലാതെ ബാക്കിയെല്ലാം ഒരു റെപ്യൂട്ടേഷനിൽ ഓടുന്നതാണ്. And that's when I left Hayat. അത് കഴിഞ്ഞു. അപ്പൊ സുബിന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ലൈക്ക്, ഓക്കെ, ലെറ്റ് മീ ഡു വൺ തിങ്, ലെറ്റ് മീ ഡ്രോ ഇറ്റ് ഔട്ട്. ബുക്സിന്റെയും എക്സ്പീരിയൻസും വെച്ചിട്ട്, ലൈക്ക് അന്ന് നമ്മൾ എന്താ പറയാ, ഓട്ടോ കാഡും ഇതെല്ലാം വെച്ചിട്ട് അന്ന് കുറച്ച് അതിന്റെ നോളജ് ഉള്ളതുകൊണ്ട് ഐ ഫിഗർഡ് ഔട്ട് സംതിങ് ആൻഡ് ഐ പ്രസന്റഡ് ഇറ്റ് ആൻഡ് ഹി വാസ് ഹാപ്പി. അപ്പൊ ആള് വേറെ ആൾക്ക് വേണ്ടി കൺസൾട്ട് ചെയ്തിരുന്നു. കാരണം അന്ന് സുബിന് കുറെ കണക്ഷൻസ് ഉണ്ടായിരുന്നു ഈ റെസ്റ്റോറന്റ് ഓണേഴ്സും ഇവരെല്ലാം ആയിട്ട്. ആൻഡ് ദാറ്റ്സ് വെൻ ഹി വാസ് ലൈക്ക്, എന്നാൽ നമുക്കൊരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്താ, റെസ്റ്റോറന്റ് കൺസൾട്ടൻസി മാത്രം കൺസൾട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു.
I was like, why not? ഉം. Sounds good. But I'm not completely into it എന്നുള്ളത് പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആ. ഇപ്പൊ ഏത് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആ. ആൻഡ് വി സ്റ്റാർട്ടഡ് ഓഫ്, വി ഹാഡ് ഫ്യൂ പ്രൊജക്ട്സ്. ആ പ്രൊജക്ട്സിൽ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ വി നെവർ പ്രോമിസ്ഡ് സെയിൽസ്. ഉം. ഇന്നത്തെ കൺസൾട്ടൻസ് തുറന്ന് ആക്ഷേപിക്കുകയല്ല, ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഒരു കൺസൾട്ടന്റ് വന്നു കഴിഞ്ഞാൽ സെയിൽസ് കൂടും. ഉം. But basically, a consultant, what they should be doing is to work on your contribution margin on your P&L. അതായത് ഓപ്പറേഷൻസും യുവർ എബിഡ ലെവലും നെറ്റ് പ്രോഫിറ്റും എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ്. Okay. When you optimize these things, your top lines will eventually move. Correct. അതായത് മിഡിൽ ലൈൻ ഒപ്റ്റിമൈസ് ചെയ്യും, ബോട്ടം ലൈൻ Exactly. ഓട്ടോമാറ്റിക്കലി കയറും. Exactly. But അതിന്റെ it ഫുഡ് is not കോസ്റ്റും top- ഇതെല്ലാം വരും. ടോപ്പ് ലൈൻ റവന്യൂ അല്ല. കാരണം അത് മാർക്കറ്റിംഗിന് അടിയിൽ വരുന്നത്. കറക്റ്റ്. ആൻഡ് വിച്ച് വി ആർ നോട്ട് ഗുഡ് അറ്റ്. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ കമ്പനീസിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഏതെങ്കിലും മാർക്കറ്റിംഗ് ഏജൻസീസിന്റെ അടുത്ത് പോയാൽ മതി. ലൈക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, ഡിസ്കൗണ്ട്സ് കൊടുക്കുക. അതിനൊരു വൺസ് യു അണ്ടർസ്റ്റാൻഡ് യുവർ ഒപ്റ്റിമൈസേഷൻ ഓഫ് യുവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, Yeah. മേലെയുള്ള കാര്യങ്ങൾ ഇവൻച്വലി വന്നോളൂ. Correct. ആ ഒരു ഇതിലായിരുന്നു നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രോഫിറ്റ് കൂട്ടാന്ന് പറയുമല്ലോ. ഞങ്ങൾ അല്ല, വി ആർ ഒപ്റ്റിമൈസിങ് യുവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വേറെയാണ്, നെറ്റ് പ്രോഫിറ്റ് വേറെയാണ്. അത് പറഞ്ഞോ. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ഡെയിലി ഇപ്പം റെന്റൽ, ഫുഡ് കോസ്റ്റ്, യൂട്ടിലിറ്റീസ്, സ്റ്റാഫിന്റെ സാലറീസ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ലെവൽ പ്രോഫിറ്റിൽ വരുന്നത്. നൗ ഇഫ് യു ആർ എ ഫൗണ്ടർ, ലെറ്റ്സ് സേ ഫൗണ്ടറിന് ഒരു സാലറി ഇല്ല, അത് ഇതിലല്ല വരാം. അത് അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ് എബിഡ ലെവലിന്റെയും ഇടയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ദിസ് ഇസ് ബിക്കോസ് യു ആർ നോട്ട്, ഇപ്പം നിങ്ങൾക്ക് നാളെ മറ്റന്നാള് 3-4 ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ യുവർ സാലറി ഇസ് ഗോയിങ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് എന്റെ CFO അത് വേറെ തന്നെ ഒരു ലൈൻ ഐറ്റം ആക്കി വെച്ചു. ഞാൻ അതിൽ ചോദിച്ചിട്ടില്ല, കാരണം എനിക്ക് Exactly. അറിയേണ്ട ആവശ്യമല്ല. അതെ, പക്ഷെ അത് കോ ഫൗണ്ടർ സാലറീസ് എന്ന് പറഞ്ഞിട്ട് വേറെ ലൈൻ ഐറ്റം. അത് വേറൊരു ലൈൻ ഐറ്റം ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് വരിക. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് സ്റ്റാഫ് സാലറീസ് എന്തോ ആയിക്കോട്ടെ, കാര്യം നടക്കണ്ടല്ലോ. അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഒരു ഔട്ട്ലെറ്റിലുള്ള സ്റ്റാഫ്സ് ആ ഒരൊറ്റ ഔട്ട്ലെറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, അവർ പല ഔട്ട്ലെറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. കറക്റ്റ്. നേരെ മറിച്ച് യു ആസ് എ ഫൗണ്ടർ യു ആർ ഇൻ ടു 3 or 4 outlets. So your salaries are going to be distributed amongst all 4 of them. അങ്ങനെയാണ് നിങ്ങളുടെ സാലറി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, വെരി ഓണസ്റ്റ്ലി. കാരണം ഒരു കൺസിഡറബിൾ എമൗണ്ട് ആയിരിക്കും. സോ വി ഫോക്കസ് ഓൺ ദാറ്റ്. അതിനാണ് നമ്മൾ CM1, CM2, CM3, CM4 എന്ന് പറഞ്ഞിട്ട് പറയുക. കോൺട്രിബ്യൂഷൻ മാർജിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ അതാണ് ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനാണ് CM1 എന്ന്. സി അഗൈൻ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കമ്പനി ടു കമ്പനി ഹൗ ദേ സീ ദിയർ P&L. കറക്റ്റ്. അപ്പൊ എന്റെ CM1 എന്ന് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബേസിക്കലി ഓപ്പറേറ്റിംഗ് ലെവൽ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ CM2 വരുന്നത് എബിഡ ലെവൽ കാൽക്കുലേഷൻ ആണ്. പിന്നെ CM3 വരുന്നത് ബേസിക്കലി യുവർ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ. അതിലാണ് ഇപ്പം അമോർട്ടൈസേഷൻ, ഡിപ്രിസിയേഷൻ, ഇൻട്രസ്റ്റ്, ടാക്സസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫൈനൽ എമൗണ്ട് വരുന്നത്. സോ വി ഫോക്കസ്ഡ് ഓൺലി ഓൺ CM1. ആ സമയത്ത് ഞങ്ങൾ പ്രോഫിറ്റ് ലെവൽ എത്തിയിട്ടില്ല, കാരണം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പല റെസ്റ്റോറൻറ്റ്സും വാസ് SMEs. ബേസിക്കലി ഒരു ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എത്ര റവന്യൂ വരെ ചെയ്യുന്ന കമ്പനീസ്? വി ആർ ടോക്കിംഗ് അബൌട്ട് ക്ലോസ് ടു 100 to 130,000 പെർ മന്ത്. അത്രേ ഉള്ളൂ ദിർഹംസ്. ചെറിയ റവന്യൂ, ചെറിയ റവന്യൂല് കളിക്കുന്ന ഇതിലായിരുന്നു അന്ന് ഞങ്ങള്. അതാ പറഞ്ഞത്, ഞങ്ങൾ ആ സമയത്ത് റെസ്റ്റോറന്റ് കൺസൾട്ടൻസി പ്രൊമോട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ഇറ്റ് ഓൾ കെയിം ത്രൂ റെഫറൻസ് ടിൽ ഡേറ്റ്. എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇറങ്ങുന്നത് വരെ ആ പ്രൊജക്ട്സ് എല്ലാം ഞങ്ങൾ ചെയ്തത് റെഫറൻസിലൂടെ മാത്രമാണ്. We never boasted about that we were consultants. ഇതിപ്പോ നമുക്ക് ഇ-കോമിൽ സംഭവിക്കാനാണ്. എക്സാക്ട്ലി. ഇൻബൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കും, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റൂല, കാരണം ബാൻഡ് എടുത്തില്ല. അതെ. അപ്പം ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ പറയാണ് എനിക്കിപ്പോ 100,000 ഉണ്ട്, അത് 300,000 ആക്കണം എന്ന് പറഞ്ഞാല് സുബിൻ അത് ആ സമയത്ത് തന്നെ റിജക്ട് ചെയ്യും. അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വിടും. കാരണം നമുക്ക് വി വോണ്ട് വിന്നിംഗ് പ്രൊജക്ട്സ്. കറക്റ്റ്. പൈസക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ. ആൻഡ് വൺ ഗുഡ് തിങ് അബൌട്ട് സുബിൻ ആൻഡ് we both had connection was that we both were ethical. അതായത് ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് മണി, അതായത് പറ്റില്ല എന്ന് അറിയാണെങ്കിൽ ആ സമയത്ത് പ്രോജക്ട് വിടും. ഇറ്റ്സ് നോട്ട്, യു ആർ നോട്ട് ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മണി. ആ ഒരു സമയത്ത് ആൻഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് എ ടൈം വി ബോത്ത് വേ സ്ട്രഗ്ലിംഗ്. ആ സമയത്ത് സുബിന് അങ്ങനെ ഒരു ഇതേ ഇല്ല. സോ ആ സമയത്താണ് ഹി സെഡ് കൺസൾട്ടൻസി ഇസ് ജസ്റ്റ് വൺ വെർട്ടിക്കൽ. എനിക്കിനി ഇതാവണം.
I'm talking about, because why am I talking about him in this podcast is that I'm very proud where he is right now. അമേസിങ്. Today he's a well-known anchor. He's a reputed influencer. ആള് അത്യാവശ്യം നല്ലൊരു കൺസൾട്ടൻസിയിൽ നിൽക്കാണ്. I met him a couple of days back and I told him on his face. എനിക്ക് ആക്ച്വലി മീറ്റ് ചെയ്യണം, കുറെ കേട്ടിട്ട്. You should meet him. You should meet him. Especially when it comes to a podcast, he'll be the right person. Okay. അപ്പം ആള് ഭയങ്കര ജെന്യുവൻ ആണ്. So that time I found that he is the right partner. Even though we won't make a lot of money, I might be able to learn a lot of things. Correct. And fast forward, we moved into 2020 when COVID happened. മാക്സിമം നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളി, അല്ലെങ്കിൽ തെറി കമന്റ്സിൽ വരും. ഓക്കെ, അല്ല അതെനിക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. അല്ല, ദുബായ് ബോൺ ബോട്ടം ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഇല്ല, മലയാളം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതാവുന്നത്. പക്ഷെ ചെറിയ ടേംസ്, അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ബിസിനസ് ടേംസ് അധികവും ഇംഗ്ലീഷ് ആവുന്നത് കൊണ്ടാണ് ആ ഒരു ഇതിലേക്ക്. ചില ഇമോഷൻസ് നമുക്ക് ഇംഗ്ലീഷിലേ വരുള്ളൂ. ഇമോഷൻസ് അല്ല, അത് ഇപ്പൊ ഞാൻ ഇപ്പൊ CM2 CM3 എന്നെല്ലാം പറഞ്ഞില്ലേ, ഇതെല്ലാം മലയാളത്തിലാക്കിട്ട് അത് കയ്യിൽ നിന്ന് പാളിപ്പോവും. അപ്പൊ 2020 നിങ്ങൾ ഈ കൺസൾട്ടൻസി പരിപാടി ചെയ്യുന്നത്? 2018 to 2020 ആയിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു കോവിഡ് നടക്കുന്നത്. അപ്പൊ കോവിഡിന്റെ സമയത്തിന്റെ ഒരു 10 days ബാക്ക് ആണ് എന്റെ ഫാദർ മരണപ്പെടുന്നത്. ആ ഒരു സമയത്ത് അപ്പൊ ഞാൻ നാട്ടിലായിരുന്നു. അപ്പം മരണപ്പെട്ട് വിത്തിൻ 3 to 4 days, he passed away in March 10th or something. Within 3 to 4 days ലോക്ക്ഡൌൺ ആയി. അപ്പൊ എനിക്ക് തിരിച്ചു വരാനും പറ്റിയിട്ടില്ല. ആൻഡ് ഐ വാസ് സ്റ്റക്ക് ദേർ ഫോർ 6 months. ഓക്കെ. ആൻഡ് 6 months, but that was a blessing in disguise. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കിട്ടിയൊരു ബർക്കത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉമ്മക്ക് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രോബ്ലി ഞാൻ ചിലപ്പോൾ വേഗം തിരിച്ച് ദുബായിൽ വന്നേനെ ആ ഒരു ടൈമിലാവുമ്പോൾ. So you were able to spend time with her. ആ ഒരു സമയത്ത് ഇതായിരുന്നു. And that was the turning point of my life also. ആ ഒരു സമയം, ആ സമയത്ത് what we did is like കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് എല്ലാവരും, അതായത് ഏറ്റവും ബിസി ആയ ആൾക്കാർ പോലും ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ തുടങ്ങി. ആ സമയത്ത് ടെലിഗ്രാം, ഓഡിയോ റൂം ആണോ പറയുന്നത്? അല്ല, ഓഡിയോ റൂം അല്ല, ടെലിഗ്രാമില് വി ഹാഡ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ക്ലോസ് ടു 450 to 500 റെസ്റ്റോറന്റ് ഓണേഴ്സ്. വെരി നൈസ്. ആൻഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് പല, അതായത് ഇന്ന് നിങ്ങൾ പോകുന്ന ഏത് QSRന്റെ ബ്രാൻഡിന്റെ ഒരു ഓണറോ അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവോ ആ ബ്രാൻഡിൽ ഉണ്ടാവുമായിരുന്നു. സോ എല്ലാവരും ആ റൂമിലുണ്ടായിരുന്നു. ആൻഡ് എവറിബഡി had an opportunity to speak to the other person. Okay. ആ ഒരു ഇതില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു സമയത്ത് എല്ലാവരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ബിക്കോസ് വൺ തിങ് വാസ് ദാറ്റ് 2020 വരെ F&Bയിൽ, അതായത് ഫുഡ് ആൻഡ് ബെവറേജ് ചെയ്ത് എല്ലാം അവിടെ നിർത്തി. എവ്രിബഡി ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അതായത് എല്ലാവരും 0 ആയി. കാരണം എല്ലാവരും കാരണം അന്നത്തെ റേഷ്യോ എന്ന് പറയുന്നത് 75-25% ആയിരുന്നു റേഷ്യോ. 75% ഡൈൻ ഇൻ, 25% ഡെലിവറി. ഇതൊരു ആവറേജ് റേഷ്യോ ആയിരുന്നു അന്നത്തെ ഒരു മാർക്കറ്റില്. പെട്ടെന്ന് എല്ലാരും പറയുന്നത് ഡൈനിങ് ഷട്ട് ഡൗൺ. ഇനി എനിക്ക് 25% 90% ആവണം, 10% വന്ന് ഇതിനുള്ള ഇനിയിപ്പോ എനിക്ക് തിരിച്ച് തലബാത്തിലേക്കോ നൂണിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്കോ പോകാൻ പറ്റില്ല. അന്ന് നൂണില്ല, തലബാത്ത് സൊമാറ്റോ ഇല്ല, അന്ന് ക്ലോസ്ഡ് ആണ്. അന്ന് ഊബർ ഈറ്റ്സും ഇല്ല. അന്ന് മെയിൻലി തലബാത്ത്, സ്മൈൽസ്, പിന്നെ കരീം, ഇവരൊക്കെ ആയിരുന്നു ഉണ്ടായത്. ഇത് പെട്ടെന്ന് ഇത് വന്നപ്പം ആൾക്കാർക്ക് ഇതിന്റെ ലൈക്ക് ഇതെങ്ങനെ ക്രാക്ക് ചെയ്യണ്ടെന്ന് അറിയില്ല. ഫുള്ളി ഡിജിറ്റൽ ആണ്, എല്ലാം ഡിജിറ്റൽ ആണ്. കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം അപ്പോഴാണ് അവര് PNL കാണുന്നത്. ഞാനിപ്പം 10 ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതില് ഇപ്പൊ മുന്നേ 8 ഓർഡർ ഡൈനിനും 2 ഓർഡർ ഇതുമായിരുന്നു. അപ്പൊ 2 ഓർഡറിന് ഒരു 30% പോകുമ്പോൾ ചെറിയ എമൗണ്ട്. ഇതിപ്പം 10 ഓർഡറിന് 9 ഓർഡർ ഇത് പോവാണെങ്കിൽ എന്റെ 30% അവിടെ പോയി എമൗണ്ട് ആയി. ഇതെല്ലാവരും പാനിക്കിലേക്ക് ആക്കാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് വെൻ അവർ തീരുമാനിച്ചു വി വിൽ സ്റ്റാർട്ട് എ അഗ്രിഗേറ്റർ ബൈ ദ റെസ്റ്റോറൻറ്റ്സ് ഫോർ ദ റെസ്റ്റോറൻറ്റ്സ്. അതായത് നമുക്കൊരു അഗ്രിഗേറ്റർ തുടങ്ങാം. വി വിൽ സ്റ്റാർട്ട് പ്രൊമോട്ടിംഗ് ഫ്രം അവർ സൈഡ് ആ ഒരു അഗ്രിഗേറ്റർ. കാരണം അത്രയും കമ്മീഷൻ കൊടുക്കണ്ട എന്നുള്ള ഇതില് ഞാൻ കമ്പനീന്റെ പേര് പറയുന്നില്ല. ബട്ട് അന്ന് അവർ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഒരു മലയാളം റെസ്റ്റോറന്റ് ഓണർ ആ സമയത്ത് നടത്തുകയാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി നോ വിച്ച് റെസ്റ്റോറന്റ് അഗ്രിഗേറ്റർ വി ആർ ടോക്കിംഗ് അബൌട്ട്. അപ്പം അതന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ വേറെ കമ്പനി ഫോം ചെയ്തോ അതിന്?
റെസ്റ്റോറന്റ് ഓണേഴ്സ് ഞാനില്ല, ഞാൻ ജസ്റ്റ് ഐ വാസ് പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി ആ ഒരു സമയത്ത്. എല്ലാരും കൂടി ഒരു IT കമ്പനിയെ ഏൽപ്പിച്ചു. ഒരു ഇത് ലൈക്ക് അതിലുള്ള ഒരാൾ പറഞ്ഞു ഐ വിൽ ടേക്ക് ദ ഇനിഷ്യേറ്റീവ്, എനിക്ക് ടെക് കമ്പനി ഉണ്ട്, വി വിൽ ബിൽഡ് ഇറ്റ്, Done. നമുക്ക് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആൻഡ് എവറിബഡി ക്യാൻ ബൈ ദ ഷെയർസ് ഓഫ് ദ കമ്പനി. Okay. അങ്ങനെയായിരുന്നു ഇത് തുടങ്ങിയത്. ആ. അങ്ങനെ ഇത് തുടങ്ങിയ ആള് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു. ആ. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ. ആള് മെസ്സേജ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷഹസാദ് നീ വളരെ കണക്റ്റഡ് ആണ്, ആ. ലൈക്ക് ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ വർക്ക് ഔട്ട്. ഇപ്പം എനിക്കിപ്പം വേണ്ടതെന്ന് വെച്ചാൽ ഐ വോണ്ട് യു ടു സ്പ്രെഡ് ദ വേർഡ് എന്നുള്ള ഇതിൽ Correct. പറഞ്ഞു. ഓൺ ബോർഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്, Correct. റെസ്റ്റോറൻറ്റ്സിന് ഓൺ ബോർഡ് ചെയ്യുക, ബിസിനസ് ഡെവലപ്മെന്റ് ബേസിക്കലി. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ന്യൂ ഫോർ മീ, ഓക്കെ, ബട്ട് ഐ എം ഗോണ ടേക്ക് എന്താ പറയാ, ഐ ടേക്ക് എ ബെറ്റ്. അപ്പോഴത്തേക്ക് മറ്റേ കൺസൾട്ടൻസി സ്റ്റിൽ റണ്ണിങ് ആ? കൺസൾട്ടൻസി ആ സമയത്ത് നമ്മൾ എല്ലാ പ്രോജക്ട്സും ഇതായി ഇല്ലല്ലോ. ഇല്ല, ബേസിക്കലി ഹോൾഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അത് ആർക്ക് കൺസൾട്ട് ഇല്ല, ആർക്കും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജുബിനു തന്നെ പറഞ്ഞ ലൈക്ക് നീ നാട്ടിൽ നിന്നോ, എന്താ നിനക്ക് വേറെ നീ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ നീ ഇപ്പം എക്സ്പ്ലോർ ചെയ്യുന്നുള്ള രീതിയിൽ അന്ന് ഇതാക്കി. നാട്ടിലുള്ളപ്പോഴാണ്. അപ്പൊ നാട്ടിലുള്ള സമയത്ത് അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ് മീ ഡു ദിസ്. അങ്ങനെ ആ സമയത്ത് ഐ ഓൺ ബോർഡ് ക്ലോസ് ടു 150 റെസ്റ്റോറൻറ്റ്സ് ഇൻ എ മന്ത്. ആ ഒരു ഇതിലേക്ക് റൈറ്റ് ടൈമിംഗ് ആയിരുന്നു, എല്ലാവർക്കും വേണം എന്നാ. പക്ഷെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, പുതിയ കമ്പനി റൺ ചെയ്യുവോ, വിൽ മൈ മണി ഗെറ്റ് സ്റ്റക്ക്, അങ്ങനെ പല കൺസേൺസും വരും. ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് കമ്മീഷൻ. കമ്മീഷൻ ആണ് ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും കുറവാണ്. അതാണ് പെയിൻ. ആ പെയിൻ പോയിന്റ് ആണ് അവർ അഡ്രസ് ചെയ്യുന്നത്. അപ്പം ഇൻ ദാറ്റ് ടേംസ് എവറിബഡി ഈസ് ഓക്കെ, ബട്ട് കമ്പനി റിലയബിൾ ആണോ, will I be able to get the money, നാളെ സെയിൽ നടന്നാലേ അറിയാൻ പറ്റും. ആർക്കും അറിയില്ല, കാരണം they don't know about this. Exactly. അപ്പം I was like, ഞാൻ രണ്ടിന്റെ ഇതിൽ എഴുതുന്നുണ്ടായത്. Then I knew that there were some credible people on the board of directors. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ഇത് ഒരു പാർട്ട് ടൈം രീതിയിൽ അത് എടുത്തു. ആൻഡ് അതിന്റെ ഫസ്റ്റ് പേയ്മെന്റ് എനിക്ക് അയക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഫുൾ ടൈം വാ എന്ന് പറഞ്ഞു. ലൈക്ക് ദുബായിലേക്ക് ഫ്ലൈറ്റ് തുറന്നപാട് വാ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ജോയിൻ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് വെൻ ഞാൻ ഫുഡ് ടെക് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെൻ ഫുൾ പെർസ്പെക്റ്റീവ്. കാരണം അതുവരെ റെസ്റ്റോറന്റ് സൈഡ് മാത്രം പഠിച്ചിട്ട് then you're getting into the other side of the coin. True. Which പലർക്കും അറിയില്ല എങ്ങനെ നടക്കുന്നതെന്ന്. ആൻഡ് ദാറ്റ് ഈസ് വെയർ എനിക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടി. ആൻഡ് ഇറ്റ് വാസ് വെരി ഫൺ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ടോ, ലോജിസ്റ്റിക്സ് വൈസ്, മാർക്കറ്റിംഗ് വൈസ്, എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഡൗൺലോഡ് ചെയ്യുന്നത്, ഡാർക്ക് ആഡ്സ്, അതായത് നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ, ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻസിൽ പോകുമ്പോൾ ഒരു ആഡ് കാണുന്നത് അതെങ്ങനെയാ വരുന്നത്, എങ്ങനെ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ വരുന്നു, സ്ക്രോൾ ചെയ്യുന്നു, അതങ്ങ് ഒഴിവാക്കാണല്ലോ. പിന്നെ ഓൺബോർഡിംഗ് സ്പെഷ്യലിസ്റ്റ്. അപ്പൊ നിങ്ങൾ കൂടെ വന്നത് എന്ത് പൊസിഷനാ? ഞാൻ ആ സമയത്ത് വന്നത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ടാണ്. അപ്പൊ ഐ വാസ് റിപ്പോർട്ടിംഗ് ടു ഹെഡ് ഓഫ് സെയിൽസ് എന്നുള്ള രീതിയിൽ അന്ന് വന്നു. ആൻഡ് വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട്. പിന്നെ ഐ ക്ലോസ്ഡ് എ ലോട്ട് ഓഫ് ബ്രാൻഡ്സ്. പേര് പറയാൻ പറ്റുമോ? വേണ്ട, അതാണ്, അത് ഒഴിവാക്കാണ്. ബട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഇപ്പം ഷെയ്ൻ നേരത്തെ പറഞ്ഞ, ഞാൻ സംസാരിച്ച പോലെ ഡൺകിൻ, ബാസ്കിൻ റോബിൻസ് അന്ന് ആദ്യമായിട്ട് ഡെലിവറി പ്ലാറ്റ്ഫോമിൽ വരുന്നത് ഞങ്ങൾ കാരണമാണ്. 2020 ആ സമയത്ത് ഗലതാരിയായിരുന്നു. ഒരു 3 മാസം എടുത്തു അവരെ ക്ലോസ് ചെയ്യാൻ. ബട്ട് വി ഡിഡ് ഇറ്റ്. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല, ഐസ്ക്രീം ഡെലിവറിയിലേക്ക് വരിക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇവൻച്വലി ഇറ്റ് വർക്ക്ഡ് ഔട്ട്. പല എക്സ്ക്ലൂസിവിറ്റി കോൺട്രാക്ട്സ് ഉണ്ടായത് ഞാൻ അത് ക്രാക്ക് ചെയ്ത് ഞങ്ങളെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. സോ ഞാൻ അറിഞ്ഞു, ദാറ്റ്സ് വെൻ ഐ ന്യൂ ഐ വാസ് മോർ ഇൻടു സെയിൽസ് എന്നുള്ള ഇതില്. ഞാനൊരു അണ്ടർവേൾഡ് ഡോൺ ആണെന്ന് അന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അണ്ടർവേൾഡ് ഡോൺ ഒന്നല്ല, ഒരു തേങ്ങ ഇല്ലാതെ നാക്കുണ്ടെങ്കിൽ എവിടെ എത്തിപ്പെടാം. ബട്ട് വൺ തിങ്, സ്കിൽ ഐഡന്റിഫൈ ചെയ്തു. ഞാൻ പഠിച്ച ഒരൊറ്റ സംഭവം പറഞ്ഞാൽ വാട്ട് എവർ യു സെല്ലിംഗ്, ലേൺ അബൌട്ട് ഇറ്റ്. അതായത് ആ പ്രൊഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ എത്ര നല്ല സാധനമാണെങ്കിലും യു വിൽ നോട്ട് ബി ഏബിൾ ടു സെൽ. കാരണം ഞാനിപ്പോ പറയാണ്, ഐ വാസ് റെഡി ടു ഗിവ് 0% കമ്മീഷനിൽ ഞാനൊരു കസ്റ്റമർ അടുത്ത് പോയി വിചാരിക്കാം. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്തിനും ജോയിൻ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫ്രീ ആണ്. ആള് പറഞ്ഞു ഇല്ല, നിങ്ങൾ ഇത് ഇതാക്കും കൂട്ടും എന്നുകൊണ്ട് ഭയങ്കര ഒരു അടിയും പിടിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 0% കമ്മീഷൻ ഫ്രീ ആയിട്ടാണെന്ന്. പറഞ്ഞില്ല, എനിക്കത് വേണ്ട, നിങ്ങൾ ഒരു പണി ചെയ്താൽ നിങ്ങൾ പൈസ എടുത്തോ. അപ്പൊ ഞാൻ പൈസ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം, പൈസ എടുക്കാതിരിക്കുമ്പോഴും പ്രശ്നം, രണ്ട് രീതിയിലും വരുന്നുണ്ട്.
ആൻഡ് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇഫ് ഐ ഡോണ്ട് നോ അബൌട്ട് ദ പ്രൊഡക്റ്റ്, ഞാൻ സെല് ചെയ്യുന്നത് കമ്മീഷൻസ് അല്ല, ഞാൻ ഐ എം ഗിവിംഗ് യു റീസൺ വൈ യു ഷുഡ് ബി എ പാർട്ട് ഓഫ്. ഞാൻ കമ്മീഷൻ ആണെന്ന് അവർക്ക് എംഫസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് നോട്ട് ഹാഡ് പ്രോബ്ലി 75% ഓഫ് മൈ ക്ലോസിങ്സ്. അതായിരുന്നു ഫസ്റ്റ് ലേണിംഗ്. അങ്ങനെ ഫാസ്റ്റ് ഫോർവേഡിങ് ഒരു വർഷം കഴിഞ്ഞപ്പം ഐ സ്റ്റെപ്പ് ഡൗൺ. ഐ വാസ് ലൈക്ക് ലെറ്റ് മീ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇത് പ്രീ ഓപ്പണിംഗ് മെമ്പർ ആയിരുന്നു ഈ കമ്പനിയുടെ. ആ പ്രീ ഓപ്പണിംഗ് മെമ്പർ ആയതുകൊണ്ട് ഇതുപോലത്തെ 2-3 കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പല ആൾക്കാരും. സോ ദേ കോൾ മീ ഫോർ പ്രീ ഡെലിവറി ആപ്സ് തന്നെ. അപ്പൊ അതിലേക്ക് കൺസൾട്ട് ചെയ്യാനും ഇതിന്റെ ഫൈനാൻഷ്യൽസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇവൻച്വലി നൺ ഓഫ് ദം വർക്ക്ഡ് ഔട്ട് ബിക്കോസ് അവര് ഞാൻ വരുന്നതിന് മുന്നേ ഇടുന്ന പ്രൊജക്ഷൻ വേറെയാണ്. ഞാൻ അവർക്ക് റിയൽ ടൈം കോസ്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു 4 ഇരട്ടിയോ 5 ഇരട്ടിയോ. അവർ പറയാണ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ 70,000 80,000 dirhams മതിയില്ലേ? മതി. പക്ഷെ നിങ്ങളെ മാർക്കറ്റിംഗ് സ്പെൻഡ് എന്ന് പറയുന്നത് വേ ഹയർ ആണ്. പിന്നെ ഇതിനൊരു AMC ഉണ്ടാവും. ഇത് പല രീതിയിലാണ് ഇതിന്റെ കോസ്റ്റ് വരിക. നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാക്ട്ലി. ഒരു കാര്യം. അപ്പം ഇനീഷ്യലി നിങ്ങളായിരിക്കണം ഇതിന്റെ സ്പോൺസർ ചെയ്യുന്നത് ഉണ്ടാവുക, റെസ്റ്റോറൻറ്റ്സിന് ഓൺ ബോർഡ് ചെയ്യണം, കുറെ കോസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. ഡെലിവറി പാർട്ട്നേഴ്സിനായിരുന്നു നിങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് സ്വന്തം ഡെലിവറി ബോയ്സ് ആയിരുന്നോ? ഇല്ല, അന്ന് ഡെലിവറി പാർട്ട്നേഴ്സ് ആയിരുന്നു. അതായത് ഞങ്ങൾക്ക് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് കമ്പനി, അവരുടെ ഡ്രൈവേഴ്സ് ഓരോ ഹബ്സിലായിട്ട്. അപ്പൊ ലോജിസ്റ്റിക്സും ഞാനാണ് ആ കമ്പനിയിൽ സെറ്റപ്പ് ചെയ്തത് ആ ഒരു ടൈമിലായപ്പോ. സോ ഐ ഹാഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഓൾ ഓഫ് ദം. അതായിരുന്നു എന്ന് പറഞ്ഞാൽ സെയിൽസ് മാത്രമല്ല, സെയിൽസ്, ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ് എല്ലാത്തിലും ഒരു കൈ ഉണ്ടായി. ടെക്കിൽ ഒരു ലിമിറ്റ് വരെ ഉണ്ടായിരുന്നു. സംഭവം ബിസിനസ് ഡെവലപ്മെന്റ് ആണെങ്കിലും അൾട്ടിമേറ്റ്ലി എല്ലാത്തിനും കൈ. സ്റ്റാർട്ടപ്പ്, ക്ലിയർ സ്റ്റാർട്ടപ്പ്. അന്നാണ് മനസ്സിലായത് ഐ കാൻ ഗോ ബാക്ക് ടു a 9 to 6 ജോബ്. ഒരു തീ ഉണ്ട്, ഒരു ഹസ്ലിംഗ് തീ ഉണ്ട് ഇപ്പം. അതിപ്പോ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം പറഞ്ഞ് അങ്ങനെ കിട്ടിയ അവിടെ ഇവിടെയും ജോബ്സ് എല്ലാം എന്തായി. അങ്ങനെ ബിറ്റ്വീൻ ഐ ഡിഡ് ഫ്യൂ എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. 3 months 2 months അങ്ങനെ ഒരു സ്ഥിരത ഉണ്ടായിട്ടില്ല. ഫാമിലിക്ക് ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. ലൈക്ക് എവിടെ ജോലി നിൽക്കുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല. ബട്ട് ആ സ്റ്റെപ്പ് ഔട്ടിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്ന് വെച്ചാൽ ഇനി ഞാനൊരു ജോലിക്ക് പോവില്ല. ലൈക്ക് ഇനി കാരണം ഒന്നെങ്കിൽ അവർ പെടും അല്ലെങ്കിൽ ഞാൻ പെടും ജീവിതത്തിൽ. അതായത് ഒന്നെങ്കിൽ ഇപ്പൊ ഷാൻ ഇപ്പൊ എന്നെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഷാൻ ഇപ്പൊ എന്നെ ഫുള്ള് ട്രെയിൻ ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് 2 മാസം ആകുമ്പോഴേക്കും മടുത്തിട്ട് ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോവും. യു ആർ സ്പെൻഡിങ് ടൈം ഓൺ ട്രെയിനിങ്. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ അപ്പം ആ സമയത്താണ് എന്റെ പാർട്ട്ണറിന് ആ സമയത്ത് ആ പാർട്ട്ണറിന്റെ കാര്യം ഞാൻ വരാം. ലൈക്ക് വൺസ് ഐ കം ബാക്ക് കോഫൗണ്ടറിനാണ് ഉദ്ദേശിക്കുന്നത്. ആളും അവിടെ തന്നെ ഉണ്ടായിരുന്നു ബൈ ദ വേ. ബട്ട് മീറ്റ് ചെയ്ത് അതിനെക്കാട്ടി മുന്നേ ആയിരുന്നു ബൈ ദ വേ. ഉണ്ടായിരുന്നു. ആളാന്ന് എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഇതിലേക്ക് കയറ്റിയത്. അപ്പൊ സുബിൻ ഒരു 2021 ഞാൻ ഈ മറ്റേ ഫസ്റ്റ് കമ്പനിയിലേക്ക് കയറിയതിനു ശേഷം പിന്നെ ഞാൻ സുബിന്റെ അടുത്ത് പറഞ്ഞു. സുബിൻ പറഞ്ഞു ലൈക്ക് ബിസിനസ് നീ ക്യാൻസൽ ചെയ്യണ്ട, നീ വെച്ചോ, എന്നിട്ട് ഇതാക്കണില്ല. അപ്പോഴേക്കും സുബിൻ എന്താ പറയാ ഒരു ഇൻഫ്ലുവൻസർ മോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്ത്. സോ he found his thing. നമ്മൾ ആ ബിസിനസ് പ്ലാനിൽ എന്താ ഉണ്ടായത്? കാരണം ബിസിനസ് പ്ലാനിൽ ഉണ്ടായത് പറഞ്ഞാൽ ആങ്കറിങ് ഇന്ന് അദ്ദേഹം എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അന്ന് ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓ വെരി നൈസ്. അപ്പൊ അത് നമുക്ക് വേറെ പോഡ്കാസ്റ്റ് അത് ഇതാണ്. ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു ഹി ഈസ് എ റൈറ്റ് പേഴ്സൺ ഇൻ ദാറ്റ് ഇത്. സോ അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കമ്പനിയിൽ ഉള്ള സമയത്താണ് എന്റെ ഫൗണ്ടറിനെ, അതായത് കോ ഫൗണ്ടറിനെ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പൊ ആളൊരു വേറൊരു കമ്പനിന്റെ GM ആയിരുന്നു. ഇങ്ങനെ ഒരു കഫേസിന്റെയും ഇതിന്റെ എല്ലാം. അപ്പം ആളെന്നെ അടുത്ത് പറഞ്ഞു, നീ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ, വൈ ഡോണ്ട് യു കം മീറ്റ് മീ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ജോലിക്കല്ലായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പോയപ്പം ജോലിയല്ല. ആള് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ക്ലൗഡ് കിച്ചന്റെ ഒരു ബിസിനസ്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇയാളുടെ കയ്യിൽ പൈസയും ഇല്ല, വെറും വർത്താനം മാത്രമേ ഉള്ളൂ. ആ ഒരു മോഡായിരുന്നു ശരിക്കും പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇതാക്കുന്ന ഒരു ടൈം 2021 ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ആ മീറ്റിംഗ് അങ്ങനെ ഇറങ്ങി. പക്ഷെ ഇയാള് എന്നെ പിന്നീട് കുറെ ഫോളോ അപ്പ് ചെയ്തു. ആൻഡ് ഐ വാസ് ലൈക്ക് മലയാളിയാ അല്ല, ഹീസ് ഫ്രം കൊൽക്കത്ത. അർജിത് എന്നാണ് പേര്, അർജിത് ദാസ്. ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ കയ്യില് ഇപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നോളജും ആയിട്ടില്ല, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്തിനാണ് എന്റെ അടുത്തേക്ക് പിച്ച് ചെയ്യുന്നതെന്നുള്ളൊരു ഇത് വന്നു പറഞ്ഞു.
എനിക്ക് ഇതിന്റെ പ്രായമാണ് വേണ്ടെന്ന് പറഞ്ഞു. ആ. ആൾക്ക് എന്നെക്കാട്ട് 10 വയസ്സ് മൂത്തതാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല, ആ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കും, കൂടെ നമ്മളെങ്ങനെയും സർവൈവ് ചെയ്യുന്നുള്ള മോഡ്. കറക്റ്റ്. സംതിങ് സ്ട്രക്ക് ആ ഒരു സമയത്ത്. അതായത് ആളുടെ കയ്യിലും പൈസ ഇല്ല, എന്റെ കയ്യിലും പൈസ ഇല്ല, പക്ഷെ നമ്മൾ ഒരു എന്തോ വലുത് ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ആ ഒരു ഇതില്. ഓക്കെ. ആൻഡ് ദിസ് ഓൾ കംസ് ഫ്രം ആളൊരു മുന്നേ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ചെയ്തിരുന്നു. ആ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അയാള് ഒരു എക്സിസ്റ്റിംഗ് റെസ്റ്റോറന്റിന്, അതായത് ഒരു സാധാ റാസൽ കേമയില് ഫുജിയറോ ഇവിടുന്ന് ഒരു 150 വ്യൂവേഴ്സിൽ പറയല്ലോ അല്ലെ, ദുബായിന് ഒരു 120 കിലോമീറ്ററുള്ള സ്ഥലം, ഒരു എന്താ ഒരു മരുഭൂമി, പട്ടികളൊന്നല്ല, പോളണ്ട് കേട്ടോ, ദുബായ് അല്ല. 120-130 കിലോമീറ്റർ ദൂരെയുള്ള ദുബായിൽ നിന്ന് മാറി നിന്ന് ഒരു കുഞ്ഞി കഫറ്റീരിയയില് ആള് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഒരു 5 ബ്രാൻഡ് റൺ ചെയ്തു, ഞാൻ ആ ഔട്ട്ലെറ്റ് ഇപ്പോ 50,000-60,000 ദിർഹംസ് മാസാമാസം ചെയ്യുന്നുണ്ട് സെയിൽസിൽ. 5 ബ്രാൻഡ്, 5 ബ്രാൻഡ്, ചെറിയൊരു കഫറ്റീരിയ. എത്ര സ്ക്വയർ ഫീറ്റ് കഫറ്റീരിയ? അത് ആ സമയത്ത് എത്രയാ, ഒരു 600 സ്ക്വയർ ഫീറ്റോ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതെങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് കേൾക്കുന്ന എല്ലാവരും അതേ തന്നെയായിരുന്നു എനിക്ക് തിരിച്ചങ്ങോട്ട്. അതെങ്ങനെയാ പറഞ്ഞു, ഞാൻ വരുന്നതിന് മുന്നേ അയാള് കഷ്ടിച്ചൊരു 200-300 ദിർഹംസാണ് ഡെയിലി ചെയ്യുന്നത്, നാട്ടിൽ 6,000 ഉറുപ്പ്യന്റെ ബിസിനസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ബിരിയാണി ഉണ്ട്, അവിടെ ഇതുണ്ട്. അപ്പൊ ഞാനെന്താക്കി, ഞാൻ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇട്ട്, കാരണം അയാൾ ഓൺലൈനിലില്ല, പക്ഷെ എനിക്ക് ഓൺലൈൻ അറിയാം. കറക്റ്റ്. അയാളത് പറഞ്ഞ് ബിരിയാണി വന്നാല് ഓരോ ബിരിയാണിക്ക് ഞാൻ ഇത്രയും പൈസ തരാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു പക്ഷെ ഓൺലൈൻ റാസൽ കൈമ ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി അന്ന് ഈ തലഭാഗത്ത് മാത്രമേ ഉണ്ട്. അപ്പൊ തലഭാഗത്തിൽ മാത്രമായിട്ട് അയാൾ ഓപ്പറേറ്റ് ചെയ്തതാണ്. നൈസ് എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടം അയാൾ 50,000 വരെ എത്തിച്ച് 2-ാം മാസത്തില്. 5 ബ്രാൻഡ്, ഈ 5 ബ്രാൻഡ് കൂടിയിട്ട്. അപ്പോ അവിടെ ഒരു 200-300 ദിർഹംസ് ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടിപ്പോ 15 ഉറുപ്പ്യ അവസാനം കിട്ടാം. 15 ഉറുപ്പ്യം കിട്ടൂല, ഒരു 9,000-10,000 ദിർഹംസിന്റെ സെയിൽ അത്ര ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ കൂടെ പെട്ടെന്ന് 50,000 കൂടി കേറുന്ന കണ്ടപ്പോ ഇവർക്ക് ഈ റെസ്റ്റോറൻറ്റ്സിനെല്ലാം ഭയങ്കര ഇതായി ആ സമയത്ത്. പിന്നെ ആള് കുറെ റെസ്റ്റോറന്റ് ചെയ്തപ്പോ അയാൾക്ക് പണിയിട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത. അങ്ങനെ അത് പിന്നെ അത് കുറച്ച് അയാൾ ആ സമയത്ത് കുറച്ച് ഫാമിലിന്റെ ഇഷ്യൂസ് എല്ലാം ആയിട്ട് അയാള് നാട്ടിലെല്ലാം പോയി. അരിജിത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഫാസ്റ്റ് ഫോർവേഡ് ഈ ഗവൺമെന്റിന്റെ ഇത് ഇറങ്ങിയപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉറപ്പാണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് മാസം വരുമാനം നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റില്ല. ഞാൻ നോക്കാന്ന് പറഞ്ഞു. ഇത് 2022 ആ ഒരു ടൈം ലൈൻ. അതായത് ബേസിക്കലി കുറച്ചുകൂടി വ്യൂവേഴ്സിന് മനസ്സിലാൻ വേണ്ടിയിട്ട് സൊമാറ്റോ, സ്വിഗ്ഗി പോലെ ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു കഫറ്റേരിയ ഉണ്ട്, ആ കഫറ്റേരിയ ഒരു കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ നിന്ന് ഒരു ബിരിയാണി ബ്രാൻഡ്, ഒരു പിസ്സ ബ്രാൻഡ്, ഒരു ബർഗർ ബ്രാൻഡ് മൂപ്പര് സെറ്റ് ചെയ്യുന്നു. ആ കിച്ചണുകാർക്ക് ഒരു പൈസ കൊടുക്കുന്നു, ബാക്കി മൂപ്പര് മാനേജ് ചെയ്യുന്നു. ബാക്കി ഇതാണ് സംഭവം. അതായിരുന്നു അന്നത്തെ മോഡൽ. അങ്ങനെ ഞങ്ങൾ അതിനൊരു പേരിട്ടു, ഈ ബിസിനസ് മോഡലിന് പേരിട്ടു, Cloud9 ബ്രാൻഡ്സ് പേരിട്ടു. ആ സമയത്ത് ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റ് ഇവിടെ വന്നിരുന്നോ? വന്നിട്ടുണ്ട്. ഭയങ്കര ഓവർ ഇതായി എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയി ഇൻ സച്ച് എ വേ ദാറ്റ് എവറിബഡി ഈസ് ഇൻടു ക്ലൗഡ് കിച്ചൺ. പിന്നെ ദുബായിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എല്ലാരും വേർട്ടിക്കൽസ് നോക്കുന്ന സമയം, അതായത് എനിക്കിപ്പം ഒരു 100 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 100 സ്ക്വയർ മീറ്റർ എന്റെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എത്രത്തോളം മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ളതൊരു ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു ദുബായ്. മാക്സിമം റവന്യൂ ഇൻ 24/7 ടൈപ്പ്. അപ്പൊ ക്ലൗഡ് കിച്ചൺ ആണെങ്കിൽ ക്ലൗഡ് കിച്ചൺ ആ സമയത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ റെന്റൽ കൂടാൻ തുടങ്ങി, കാരണം സ്പേസ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്. അത് മാറിയിട്ട് ആൾക്കാർ എന്താക്കി, റെസ്റ്റോറൻറ്റ്സിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഇല്ലേ, നിങ്ങൾ ഇത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഇതിന്റെ ഒരു ചെറിയ ഭാഗം എന്താക്കിയിട്ട് എടുക്കാന്നുള്ളത്. ആ സമയത്ത് കാരണം റെസ്ട്രിക്ഷൻസ് കുറച്ച് കുറഞ്ഞു. ഏത് എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസും പിന്നെ ലീഗൽ റെസ്ട്രിക്ഷൻസും കുറച്ചൊരു കുറഞ്ഞ് ആൾക്കാർ 2 ഇജാരിയെല്ലാം ഇതാക്കാൻ പറ്റുന്ന രീതിയിൽ. ഇജാരി എന്ന് പറയുന്നത് ടെനൻസി കോൺട്രാക്ട് ആണ്, ബൈ ദ വേ. ഒരേ സ്പേസിൽ 2 പേർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഷെയറിംഗ് കിച്ചൺ വന്നു, പിന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ്. അതായത് ഇപ്പൊ ക്ലൗഡ് കിച്ചൺ അല്ല, ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് മോഡലിനെയാണ് ആക്ച്വലി ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത്.
ക്ലൗഡ് കിച്ചന്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് അതായത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മോഡലാണ്. ഒരു വെയർ ഹൗസ് എടുക്കുക, അത് കുറെ കഷ്ടങ്ങളാക്കിയിട്ട് ഓരോ റെസ്റ്റോറന്റിന് കൊടുക്കുന്നതിനാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത്. ഒരേ കിച്ചൺ എല്ലാ ബ്രാൻഡ്സിനും യൂസ് ചെയ്യാം, അത് പറ്റൂലല്ലോ. എങ്ങനെ? ഫോർ എക്സാമ്പിൾ പിസ്സ ബ്രാൻഡ് ഉണ്ട്, ബർഗർ ബ്രാൻഡ് ഉണ്ട്. ഒരേ കിച്ചണിൽ രണ്ട് കിച്ചൺ തന്നെ ആയിരിക്കുമല്ലോ. ബർഗറിന് ഒരു വേറെ കിച്ചണും പിസ്സക്ക് വേറൊരു കിച്ചണും അങ്ങനെ ആയിരിക്കും. അല്ല, സ്റ്റേഷൻ ലെവലാണ്. ഇതിനാണ് സ്റ്റേഷൻ ലെവൽ എന്ന് പറയുന്നത്. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു കിച്ചൺ ഉണ്ട്, എനിക്കൊരു ഗ്രില്ലർ ഉണ്ടെങ്കിൽ ബർഗർ ഉണ്ടാക്കാം. അതിന്റെ തൊട്ടപ്പുറത്ത് ഫ്രയർ ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രൈഡ് ചിക്കൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കില്ല, നമ്മൾ കുറെ സ്റ്റേഷൻസ് ഉണ്ടാക്കുക. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു 50 സ്ക്വയർ ഫീറ്റ് ഒരു എക്യുപ്മെന്റിനും 2 എക്യുപ്മെന്റ്സിന് കൊടുക്കും. അതെന്റെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ബേസിക്കലി. അവിടെ എനിക്ക് 2 or 3 ബ്രാൻഡ് റൺ ചെയ്യാം. അതിന്റെ ബേസിസിൽ എനിക്ക് റവന്യൂ ജനറേറ്റ്. ഒരു സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈഡ് ചിക്കനും ചെയ്യാം, ആസ് ലോങ് ആസ് യു ഹാവ് ദ എക്യുപ്മെന്റ്, ബാക്കിയുള്ള എന്താ പറയുക ലീഗലും ഹുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ യു ക്യാൻ റൺ ദാറ്റ് വേ. ബട്ട് മോസ്റ്റ് ഓഫ് ദം ഒരു എക്യുപ്മെന്റിൽ എത്രത്തോളം കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് ആൾക്കാർ എന്താക്കുക. ഇപ്പൊ എനിക്കൊരു ഗ്രില്ലർ ഉണ്ടെങ്കിൽ അതിലെനിക്ക് ഏഷ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ, കൊറിയൻ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ബർഗേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു അതിനനുസരിച്ച് എഫിഷ്യൻസി കൂട്ടുക. അപ്പം ഒരു ടേം ഉണ്ട്, പെർ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷൻ. അതായത് ഇപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ആ 1000 സ്ക്വയർ ഫീറ്റിൽ ഓരോ സ്ക്വയർ ഫീറ്റിന് റവന്യൂ എത്ര ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായ. ഞാനിപ്പോ ഒരു ഗ്രില്ലർ വെക്കുകയാണെങ്കിൽ അതെനിക്കൊരു 300 ദിർഹംസിന്റെ ഒരു ദിവസത്തെ കച്ചവടം തരുന്നുണ്ട്. അപ്പം അതിന് എത്ര സ്ക്വയർ ഫീറ്റ് എടുത്ത്? 60 സ്ക്വയർ ഫീറ്റ്. ഇപ്പൊ 60 സ്ക്വയർ ഫീറ്റ് 300/60 50 ദിർഹംസ് ആണ് ഞാൻ ഒരു സ്ക്വയർ ഫീറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇത്രയും ലെവൽ കാൽക്കുലേഷൻ ഉണ്ടാവും. റവന്യൂ പെർ സ്ക്വയർ ഫീറ്റ് അതാണ് ബേസ് കാൽക്കുലേഷൻ. ബട്ട് അത് ഇപ്പം 100% കിച്ചണായ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. FOH വരുന്നുണ്ട്, അതായത് ഫ്രണ്ട് ഓഫ് ഹൗസ്. ഇപ്പൊ ഒരു സാധാ റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഡൈനിങ് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു POS മെഷീൻ വെച്ചിട്ടുണ്ട്, ഇതൊന്നും റവന്യൂ ജനറേറ്റിംഗ് അല്ല. കറക്റ്റ് അല്ലേ? അപ്പൊ അതിന്റെ കാൽക്കുലേഷനും ഇതിലേക്ക് ആഡ് ആവും. അപ്പം ഫ്ലാറ്റ് എടുക്കുമ്പോൾ ആ കോമൺ സ്പേസ് നമ്മുടെ ഫ്ലാറ്റിന്റെ സ്ക്വയർ ഫീറ്റിൽ ആഡ് ആവണം. എക്സാക്ട്ലി ആ ഒരു രീതിയിലാണ്. അപ്പം അതാ പറഞ്ഞത്. അപ്പൊ ആ ഒരു മോഡൽ നോക്കുമ്പോൾ വി ഹാവ് ക്ലൗഡ് കിച്ചൺ, വി ഹാവ് ഡാർക്ക് കിച്ചൺ, വി ഹാവ് ഹൈബ്രിഡ് കിച്ചൺ, വി ഹാവ് സാറ്റലൈറ്റ് കിച്ചൺ. പല മോഡൽസ് അവർ അന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ചിലത് വർക്ക് ചെയ്യുന്നു, ചിലത് വർക്ക് ഔട്ട് ആയിട്ടില്ല. അങ്ങനെ അഗൈൻ ക്ലൗഡ്9 ഫ്രാൻസ് ഞങ്ങളൊരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റേസ് ചെയ്തിട്ട് ഒരു 50,000 ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ദിർഹംസ് റേസ് ചെയ്തുള്ളൂ. അത്ര റേസ് ചെയ്തുള്ളൂ ആ സമയത്ത്. ക്ലൗഡ്9 ഫ്രാൻസ് ഫൗണ്ടേഴ്സ് സാലറി എടുത്തിട്ടില്ല. എന്റെ മറ്റേ ഫൗണ്ടർ വർക്കിംഗ് ആയിരുന്നു. സോ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് റേസ് ചെയ്തത് ആ ഒരു ഇത് എമൗണ്ട്. പക്ഷെ നിങ്ങളെങ്ങനെ സർവൈവ്, നിങ്ങളെ കോഫൗണ്ടർക്ക് സർവൈവ് ചെയ്യാൻ നിങ്ങളെങ്ങനെ സർവൈവ് ചെയ്ത് ജീവിച്ചു? അൽഹംദുലില്ലാഹ്. അതിലേക്ക് പോകണ്ട, ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ബട്ട് അതെല്ലാം ആ ഒരു ജേർണിന്റെ ഒരു ഭാഗമാണ്. കറക്റ്റ്, റൈറ്റ്. അതെല്ലാം ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പാക്കേജ് എന്ന് പറയുന്ന പോലെയാണ്. അതാണ് ഫൗണ്ടർ. ഓക്കെ. അങ്ങനെ ഒരു കൊല്ലം റൺ ചെയ്തു. വി മെയ്ഡ് സം പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ്. അതായിരുന്നു നമ്മുടെ മോഡൽ. ഞങ്ങൾ ബിസിനസ് മണി ഉണ്ടാക്കാന്നല്ല, പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിരുന്നു ഫസ്റ്റ്. കാരണം എവിടെയാ സെറ്റ് ചെയ്തത്? ഇത് ഞങ്ങൾ എടുത്തൊരു കിച്ചൺ എന്ന് പറയുന്നത് ബർദുബായിലായിരുന്നു. കിച്ചൺ ആയിട്ട് എടുത്തതാ? അല്ല, ഞങ്ങൾ ആക്ച്വലി ഒരു ഹോട്ടലായിട്ട് പാർട്ട്ണർ ചെയ്തു. ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടി ആയിട്ട് വി പാർട്ട്നർഡ് വിത്ത് ദം. ഒരു കിച്ചൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർക്ക് സ്റ്റാഫും എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ഇൻഹൗസ് F&B വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമ്മൾ ഈ കൺസൾട്ടൻസി തരാം. ഏത് ഇൻ ടേംസ് ഓഫ് നിങ്ങളെ കിച്ചൺ എക്യുപ്മെന്റ് കാര്യങ്ങൾ ശരിയാക്കി തരാം. ഇൻ റിട്ടേൺ ഞങ്ങൾക്ക് ഇത് ചെയ്ത ഏത് ഞങ്ങൾ ഇവിടെ ഒരു 4-5 ബ്രാൻഡ് ഇടാം. ഫുഡ് കോസ്റ്റ് പ്ലസ് ഒരു എമൗണ്ട് ഞങ്ങൾ എന്താക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സെയിം സാധനം. അപ്പൊ റാസിൽ ആ സമയത്ത് പൂട്ടി, ലൈക്ക് അത് ആ ഒരു ഇതിലായിരുന്നു, സെയിം ഇതിൽ തന്നെ. അപ്പൊ ഷെയറിംഗ് കിച്ചൺ, നമ്മളെ സ്റ്റാഫ് ഒന്നുമില്ല, ഞാൻ മാത്രം സെയിൽസ് ഹാൻഡിൽ ചെയ്തു. നമ്മൾ കുറച്ച് സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഒരു രീതിയിൽ വെരി മിനിമൽ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ചെയ്തു 4 to 5 months. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായി, അടുത്ത റൗണ്ട് അതാണ്. കാരണം പ്രീ റവന്യൂ ആവുമ്പോൾ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഡൗട്ടിങ് യു. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഐഡിയ. കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ ഫൗണ്ടേഴ്സിനോട് പറയുന്നത്, ഒരു ദിർഹംസ് ജനറേറ്റ് ചെയ്യാൻ ഉണ്ടാക്കി കാണിക്കേ. വെറുതെ ഐഡിയ ആയിട്ട് വരല്ലേ. എക്സാക്ട്ലി. അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ
people will not trust you, അതെ or else you will have to dilute a lot അതെ എന്നുള്ളത്. അങ്ങനെ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എടുത്തു, ഇൻവെസ്റ്റേഴ്സ് എടുത്ത് വി സ്റ്റാർട്ടഡ് പിച്ചിങ്. അപ്പൊ നിങ്ങൾ സെയിൽസ് ഉണ്ടാക്കി, സെയിൽസ് ഉണ്ടാക്കി, മീൻസ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസിൽ ലിസ്റ്റ് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഞങ്ങൾ ചെയ്തു. വെരി ഓണസ്റ്റ്ലി സംതിങ് ക്ലോസ് ടു വാട്ട് വി ഡിഡ്, ലൈക്ക് 50,000 60,000 റവന്യൂ എല്ലാ മാസവും ജനറേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അത് ഓക്കെ, ജസ്റ്റ് അത് പ്രോഫിറ്റബിൾ ആയിരുന്നോ, ബ്രേക്ക് ഈവൺ ആയിരുന്നോ, ഓർ ലോസ് മേക്കിംഗ് ആയിരുന്നോ? ഇറ്റ് വാസ് ബ്രേക്കിംഗ് ഈവൻ. വിത്തൗട്ട് ഫൗണ്ടർ സാലറി. ഫൗണ്ടർ സാലറി പറയാൻ പറ്റില്ല. എക്സാക്ട്ലി മനസ്സിലായി. ബട്ട് ഞങ്ങളുടെ അവിടെ ഒരു കോസ്റ്റ് വന്നതെന്ന് വെച്ചാല് ഇസ് ബിക്കോസ് ഓഫ് ദ മാർക്കറ്റിംഗ് സ്പെൻഡ്. ഓക്കെ, മനസ്സിലായി. കാരണം അവിടെ നമ്മൾ ഇതാക്കുന്ന വെച്ചാൽ മാർക്കറ്റിംഗ് സ്പെൻഡ് നമ്മൾ എത്ര കൂട്ടുന്നു, പിന്നെ നമ്മൾ ഇത് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തെന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ, അത് ഞാൻ പറഞ്ഞ വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ബ്രേക്കിംഗ് ഈവൻ ഓർ വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് പ്രോഫിറ്റബിലിറ്റി. ഞങ്ങൾ ആകെ കാണിച്ചു കൊടുക്കുന്നത് ടോപ്പ് ലൈൻസ് ആയിരുന്നു. ടോപ്പ് ലൈൻസ് ആണ് സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും, സെയിൽസ് മാത്രമാണ്. കാരണം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ആൾക്കാർ ബ്രേക്കിംഗ് ഈവൻ എപ്പോഴാണ് എത്താന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്റെ 4th മന്തിലാണ് ഉള്ളത്. ആൻഡ് ഈവൻ ഇൻ ദാറ്റ് വി വർ ഷോയിങ് ദം 9th മന്ത് ആസ് ദ ബ്രേക്ക് ഈവൻ. അപ്പൊ എനിക്ക് ഇനിയും 5 months ഓഫ് ഓപ്പറേഷൻസ് ബാക്കിയുണ്ട്. ഐ എം ലൈക്ക് ഐ ക്യാൻ ഒപ്റ്റിമൈസ് ദിസ് ടു 6th month ഇഫ് ഐ ഗെറ്റ് ദിസ് ഇൻവെസ്റ്റ്മെന്റ്. മനസ്സിലായോ? അപ്പം ആ രീതിയിലാണ് ഞങ്ങൾ ഇതാക്കുന്നത്. ഞങ്ങളുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫുഡ് കോസ്റ്റ്, റെന്റ് അല്ല, ഷെയർ പെർസെന്റേജ് ആണ്. അതാണ് ഞങ്ങൾ ഒരു ഫിക്സഡ് കമ്മിറ്റ്മെന്റും ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്ത് മാർക്കറ്റിംഗിൽ കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് സ്പെൻഡ് ചെയ്തു. ഈ കോസ്റ്റ് പെർ CPC, കോസ്റ്റ് പെർ ക്ലിക്ക്, അതായത് ആഡ്സിലേക്ക് അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ ആഡ്സ് അത് ചെയ്തിരുന്നു. അങ്ങനെയാണ് അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് അടുത്ത് പിച്ച് ചെയ്യാൻ തുടങ്ങി. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 69 ഇൻവെസ്റ്റേഴ്സ്, 69 to 70 ഇൻവെസ്റ്റേഴ്സ് ഇഫ് ഐ എം നോട്ട് റോങ്. സ്വാഭാവികം. പക്ഷേ അതന്നെ വളരെ ഏർലിയാന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഏർലി ആയിരുന്നു. ബട്ട് അൽഹംദുലില്ലാ ആ ഒരു സമയത്ത് അർജിത് ഗോട്ട് ആൻ ഓഫർ. അതായത് അർജിത്ത് മുന്നേ ജോലി ചെയ്തൊരു കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്റർ ഗ്രൂപ്പിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു അതൊരു ഫാമിലി ഓൺ ബിസിനസ് ആണ്, ദേ ഡോണ്ട് ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ കമ്പനി പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരില്ല. ഇറ്റ്സ് എ ഫാമിലി റൺ ബിസിനസ്. അവര് വേറൊരു രാജ്യത്തൊരു വലിയൊരു റോയൽ ഫാമിലിയാണ് ആക്ച്വലി. അപ്പം അർജിത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, റൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ അർജിത്ത് വാസ് ലൈക്ക്, നിങ്ങൾക്ക് ഇതേ മോഡൽ തന്നെയാണ് വേണ്ടെങ്കിൽ I have a pitch deck, let me send it to you. ഇത് ഞങ്ങളുടെ Cloud9 ബ്രാൻഡ്സിന്റെ ഒരു മോഡൽ അയച്ചു കൊടുത്തു. അപ്പൊ Cloud9 ബ്രാൻഡ്സ് മനസ്സിലായില്ല, അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഗ്രൂപ്പ് ഈ ഇവൻ വർക്ക് ചെയ്യുന്ന കമ്പനി, കാരണം വർക്ക് ചെയ്യുന്ന കമ്പനി Cloud9 അല്ല, കാരണം അത് ഹി വാസ് ദ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആ കമ്പനിയുടെ. അപ്പൊ ആ ഫൗണ്ടേഴ്സിലേക്ക് എത്താൻ വേണ്ടിട്ട്, ഓണേഴ്സിലേക്ക് എത്താൻ വേണ്ടിട്ട് അർജിത്തിനെ അപ്രോച്ച് ചെയ്തതാണ്. ബട്ട് ആ സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഫാമിലി ഓൺ ബിസിനസ് ആണ്, ദേ ആർ നോട്ട് റേസിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇത് വന്നിട്ട് അർജിത്ത് എന്താക്കി ചോദിച്ചു, ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഹിയർ, ലെറ്റ് മീ നോ എന്ന് പറഞ്ഞു. കണ്ടു, ദേ ലൈക്ക് ദ കോൺസെപ്റ്റ്, ദേ പ്രസന്റഡ് ടു ദെയർ ബോർഡ്, ദേ ഫ്ലൂ us down to ഖത്തർ, ഒരു മീറ്റിംഗിനെല്ലാം വിളിച്ചു. ആൻഡ് 7 months ആഫ്റ്റർ വി ഹാഡ് എ ടേം ഷീറ്റ്. അങ്ങനെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു തരുന്ന ഇൻവെസ്റ്റ് ചെയ്ത അതാണ് ടേം ഷീറ്റ്, റൈറ്റ്. ബട്ട് ടേം ഷീറ്റ് കാട്ടി കൂടുതൽ ഇറ്റ് വാസ് മോർ ലൈക്ക് എന്താ പറയാ, എവറിബഡി ഈസ് ഓൺ ദ ട്രേഡ് ലൈസൻസ്, യു വിൽ ബി വർക്കിംഗ്, ഒരു ഷെയർ ഇത് അതെന്നെല്ലാം പറഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് ഓഫ്. ഞാൻ ഫസ്റ്റ് പോയി ജാനുവരി 2024 പോയി. അർജിത്ത് ജോയിൻഡ് ഇൻ ഏപ്രിൽ 2024. ആ സമയത്ത് വല്ലാതെ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തിരുന്നോ ആ സമയത്ത്? ആക്ച്വലി യെസ്, ബിക്കോസ് ഡിഫറെന്റ് മാർക്കറ്റ്, ഡിഫറെന്റ് എന്താ പറയാ ജോഗ്രഫി. കാരണം ആ സമയത്ത് സ്മാക്കിറ്റായി, ലൈക് വെൻ വി വർ ഡിസ്കസിംഗ് Cloud9 സ്മാക്കിറ്റായി. ആ സ്മാക്കിറ്റ് ആയപ്പം സ്മാക്കിറ്റ് വാസ് ബിൽഡ് ഫോർ ദുബായ് ആക്ച്വലി. And when we went to Qatar, we knew that the market was not ready for Smackit. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ശരിക്കത്തെ പിച്ച് ടെക്കിലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽസ് ഖത്തർ ഇസ് നോട്ട് റെഡി ഫോർ ഇറ്റ്. ഞാനത് അപ്പം ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ I would have failed in no time. ഫുഡ് തന്നെയാണ് at the end of the day. പക്ഷേ
ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു വേർട്ടിക്കൽ ഉണ്ട്. നിങ്ങൾ ആദ്യം ബർഗർ ആയിരുന്നു തുടങ്ങിയത്? അല്ല, വേർട്ടിക്കൽ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബർഗേഴ്സ് തന്നെയാണ്. ബർഗേഴ്സ്, ഫ്രൈഡ് ചിക്കൻ, പിസ്സ, സാൻഡ്വിച്ചസ്, അതിലേക്ക് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രോസസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഞങ്ങൾ കസ്റ്റമറിന് ഒരു വ്യത്യാസവും ഇല്ല. കസ്റ്റമറിന് ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നതിന്റെ ലാഘവം മാത്രമേ ഉള്ളൂ. എവറിത്തിങ് റിലൈസ് ഓൺ ദ ഓപ്പറേഷൻസ്. പക്ഷെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഓപ്പറേഷൻസ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട്. റൈറ്റ്. അപ്പം ഞങ്ങൾ അതെങ്ങനെ ട്വീക്ക് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിൽ ഇതാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത്. സോ സ്മാക്കറ്റിന്റെ എന്താ പറയാ 5 വെർട്ടിക്കലിൽ നിന്ന് 4 ക്യാൻസൽ ചെയ്ത് നേരെ ക്ലൗഡ് കിച്ചണിലേക്ക് പോയി. ഈ 5 വെർട്ടിക്കൽ അത് ഇപ്പം അല്ല, വെർട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റവന്യൂ സ്ട്രീംസ് ആണ്. ഓക്കെ, അപ്പം ഒരു സ്ട്രീം ഉണ്ട് വിച്ച് ഇപ്പം അത് റിവീൽ ചെയ്യുന്നില്ല, കാരണം അതൊരു ഫ്യൂച്ചർ പ്രോസ്പെക്ട് ആണ്. ഞങ്ങളുടെ ഇപ്പോഴും അത് ലോഞ്ച് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ 2 വർഷം മുന്നേ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ഞങ്ങളത് എന്താ പറയാ മാർക്കറ്റ് റെഡി ആവാത്തത് കൊണ്ട് അത് തുടങ്ങിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഇവൻച്വലി ഫെയിൽഡ്. പ്രോസസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പം പ്രോസസ് ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ലെറ്റ്സ് സേ ഇപ്പൊ ഷാൻ ഇപ്പൊ ഒരു പോഡ്കാസ്റ്റ് AI ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് 20 വർഷം മുന്നേ ഇറക്കിയിരുന്നെങ്കിൽ ഒരു എന്താ പറയാ റേഡിയോ കേൾക്കുന്ന ഒരു സെഗ്മെന്റ് കൂടുതലുള്ള ഒരു സമയത്ത് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ? യു ആർ ടു ഏർലി ഫോർ ഇറ്റ്. ആ ഒരു എക്സാമ്പിൾ ആണ് എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നത്. സോ ഞങ്ങൾ എന്താക്കി, ഒരു 5 കൊല്ലം കുറച്ച് പിന്നോക്കം പോയി ഒരു ക്ലൗഡ് കിച്ചൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. What we did is we started off with 8 brands. ഒരു സാൻഡ്വിച്ച്, ഒരു ബർഗർ, ഒരു വിങ്സ്, ഒരു ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ ഒരു 8 ബ്രാൻഡ് ഞങ്ങൾ 8 കോൺസെപ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആ ഒരു സാധനത്തിന് നിങ്ങൾക്ക്? സോ വി ഹാഡ് 7,000 സ്ക്വയർ ഫീറ്റ് ഓൾ ടുഗെദർ. ഓക്കെ, അതിൽ ഒരു 3,500 വാസ് അലോക്കേറ്റഡ് ഫോർ മീൽ പ്ലാൻ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അത് ഒരു ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേലത്തത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് റെഡിയാക്കിയിട്ട് വെച്ചു, ലൈക് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് 3,500 സ്ക്വയർ ഫീറ്റ്. അവിടെ ഞങ്ങൾ എന്താക്കിന്ന് പറഞ്ഞ പോലെ സ്റ്റേഷൻസ് ആക്കി. മോർ ദാൻ ഡിപ്പാർട്ട്മെന്റ്സ് 4 ഉണ്ട്. പേസ്ട്രി, ബേക്കറി, ഹോട്ട് കിച്ചൺ, പിന്നെന്തായിരുന്നു വന്നത് ഏഷ്യൻ ലൈൻ. ഇങ്ങനെ 4 ലൈന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അമേരിക്കന് മാത്രമാണ്. അപ്പൊ ആകെ ഉപയോഗിച്ചത് 4 എക്യുപ്മെന്റാ. ആ 4 എക്യുപ്മെന്റിൽ ഞങ്ങൾ എന്താക്കി, മാക്സിമം എത്ര കോൺസെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിന് ഇത്രയും മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതായത് ഞാനിപ്പോ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്താല് ഇറ്റ് ഡസൻ മീൻ ഞാനിപ്പോ ഒരു ബ്രാൻഡ് 10 ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു ഒരെണ്ണം കൂടി തുടങ്ങിയ 20 ആവുന്നല്ല. ഇറ്റ് വിൽ മൂവ് ടു 15. കാരണം യു ആർ ടോക്കിംഗ് അബൌട്ട് ത്രെഷോൾഡ്. മാർക്കറ്റിനൊരു ത്രെഷോൾഡ് ഉണ്ട്, മനസ്സിലായ? പല ക്ലൗഡ് കിച്ചൺസും പല ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ഓർഡേഴ്സോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെന്ന് വെച്ചാൽ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് എ ത്രെഷോൾഡ്. ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ ഒരു ക്യാപ്പ് ഉണ്ട് എല്ലാത്തിനും. ഒരു ബ്രാൻഡിനും ഒരു ക്യാപ്പ് ഉണ്ട് എപ്പോഴും. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഗോർമേ ബർഗർ, അതിനൊരു മാക്സിമം ക്യാപ്പ് ഉണ്ട്, അത്ര അവിടെ സെയിൽസ് ഉണ്ടാക്കാൻ കഴിയും, നമ്പർ ഓഫ് ഓർഡേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ബ്രാൻഡ് വന്ന് ഈ ഗവൺമെന്റ് അതേ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ പോലും 70 ഓർഡർ ആണ് ഒരു പെർ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. ഡസന്റ് മീൻ ദ സെക്കൻഡ് ബ്രാൻഡ് വിൽ ഓൾസോ ഡു 70 ഓർഡേഴ്സ്. മനസ്സിലായ? നിങ്ങളെ ടോട്ടൽ ക്യാപ് വിൽ കം ക്ലോസ് ടു 120. അതായത് ഇവിടെ ഒരു 50 ചെയ്യും, അവിടെ ഒരു 70 ചെയ്യും. ടോട്ടൽ മാർക്കറ്റ് അത്ര ഇല്ലാഞ്ഞിട്ടാണോ? വരുമായിരിക്കില്ല. അതെ, അഗൈൻ ഓരോരോ ഇതാണ് നമ്മളിപ്പോ പഠിച്ച ഒരു ഇതാണ്. കാരണം പലരും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്, ഒരു ബർഗർ ചെയ്ത് ഞാൻ 10 ഓർഡർ ചെയ്ത് 10 ബർഗർ ചെയ്ത് ഞാൻ ഒരു 100 ബർഗർ വേണ്ടിട്ടാല് 1000 ഓർഡർ ചെയ്യില്ല എന്നുള്ളൊരു ഇല്ല. ഓരോ കോൺസെപ്റ്റിനും ഓരോ ബ്രാൻഡിനും ഒരു ക്യാപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ത്രൂ ഡേറ്റ പല അനാലിസിസിലൂടെ അത് മനസ്സിലാവും. അത് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ക്യാപ്പിന് മേലെ അത് പോവില്ല. നിങ്ങൾ അതേ ഒരു മെനു ഒന്നും കൂടി റെപ്ലിക്കേറ്റ് ചെയ്താല് യു വിൽ നിങ്ങളുടെ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു വിൽ കാനബിലൈസ് യുവർ ഫസ്റ്റ് ബ്രാൻഡ്. അതായത് ഫസ്റ്റ് ബ്രാൻഡ് എന്നുള്ള കസ്റ്റമേഴ്സ് ഇങ്ങോട്ടേക്ക് പോകും.
മനസ്സിലായി. അപ്പൊ ഡൈല്യൂട്ട് ആവാണ് ചെയ്യുന്നത്. അതെ. അല്ലാണ്ട് നിങ്ങൾ 100-ൽ 50 നിങ്ങളുടെ പോപ്പുലേഷൻ കൂടുന്നില്ല, അതെ. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം ഇതാവുന്നില്ല, കസ്റ്റമേഴ്സിന്റെ ഇതാവും, പോപ്പുലേഷൻ കൂടുന്നില്ല. യുവർ മാർക്കറ്റ് ഇസ് സ്റ്റിൽ 3 ടോട്ടൽ ടാം അത് തന്നെയാണ്, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റാണ്. പിന്നെ നിങ്ങൾക്ക് എത്ര ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? യുവർ സോം ബേസിക്കലി സർവീസബിൾ ഒബ്റ്റെയിനബിൾ മാർക്കറ്റ്. ഓക്കെ, അത് ഒരു ക്യാപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് ഡൈല്യൂട്ട് ആയി പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരു പുതിയൊരു മാർക്കറ്റ് സെഗ്മെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതെ, കറക്റ്റ്. മനസ്സിലായ? അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ഒരു കോൺസെപ്റ്റിന് എത്ര ബ്രാൻഡ് വരെ പോകാം. ചില ലെറ്റ്സ് ഒരു ഇന്ത്യന് ചിലപ്പോ ഒരു 8 ബ്രാൻഡ് വരെ പോകാം, ബിക്കോസ് ഓഫ് ടാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സെയിം സാധനം തന്നെ വേറെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്താണ് ലോജിക്ക്? രണ്ട് കാര്യങ്ങൾ, രണ്ട് ബേസിക് കാര്യങ്ങൾ. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാല് ബ്രാൻഡ് ആയിട്ട് ഒരു കണക്ഷന് എല്ലാവർക്കും വരും. ഫസ്റ്റ് ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാല്, ഇത് ഞങ്ങൾ ഇനീഷ്യലി ചെയ്തൊരു പരീക്ഷണത്തിൽ കണ്ടുപിടിച്ചാണ്. ഈ എൻ്റെ 3 ബർഗർ ബ്രാൻഡ്സ് ഉണ്ട്. സെയിം പ്രൈസ് റേഞ്ചസിൽ? സെയിം പ്രൈസ് റേഞ്ച് അല്ല. ഓക്കെ, ഒന്ന് ഓക്കെ, 2 ഒരേ പ്രൈസും, ഒരെണ്ണം കുറച്ച് പ്രീമിയമോ അല്ലെങ്കിൽ കുറവോ, അത് ഡിപ്പെൻസ്. ഓക്കെ, ഞാൻ ഈ 3 വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്ന 3 ഡിഫറെന്റ് സെഗ്മെന്റ്സിനെയാണ്. കസ്റ്റമർ സെഗ്മെന്റ്സ്. ഓരോ കസ്റ്റമർ സെഗ്മെന്റ്സിനും ഡിഫറെന്റ് അവരെ ഹൗസ് ഹോൾഡ് ഇൻകം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാ വരുന്നത് വെച്ചാൽ, ഇതാണ് മാർക്കറ്റ് പ്ലേസ് അഗ്രിഗേറ്റർ മാർക്കറ്റിംഗിൽ വരുന്ന ഒരു നീഷ്. Now there is customers ഓൽക്ക് ഒരു ബർഗറിന് മേലെ എനിക്ക് 20 dirhams മേലെ ചെലവാക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാളും, അതെ, ഒരു ബർഗർ 40 അടിയിലാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കുന്ന ഒരു സെഗ്മെന്റും, മൂന്നാമത്തത് എനിക്ക് എന്നും കഴിക്കാൻ പറ്റണം, ഏത് എനിക്കിപ്പോ ഡെയിലി ഡിന്നറിന് ഈ ബർഗർ കിട്ടണം എന്ന് കൺസിസ്റ്റൻസിയിൽ വിശ്വസിക്കുന്ന ഒരാളും, നാലാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡായിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ബ്രാൻഡായിട്ട് എന്ത് ചെയ്താലും ആ ബ്രാൻഡിനോട് ഒരു ലോയൽറ്റി എന്താ പറയാ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ബേസിക്കലി ഇപ്പൊ എനിക്ക് അവിടെ എക്സാമ്പിൾ തോന്നുന്നത് ID ഫ്രഷ് ആണ്. ID ഫ്രഷ് എന്ത് പ്രൊഡക്റ്റ് ഇറക്കിയാലും ഞാൻ വാങ്ങിക്കും. ബ്രാൻഡിനോടാണല്ലോ അവിടെ വേറെ മാവ് കിട്ടാത്തോണ്ടാണോ? കറക്റ്റ്. ഞാൻ അടക്കം ഇപ്പൊ ID ഫ്രഷിന്റെ ബാറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരാള്, അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ 1 dirhams 2 dirhams കുറവില് കാണുന്നുണ്ട്. എനിക്കിത് ആ 1 dirhams കൂടിയാലും പ്രശ്നമില്ല, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ സെഗ്മെന്റ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടാപ്പിംഗ് ഹൂ ഡു യു വാണ്ട് ടു ടാപ്പ്. മനസ്സിലായ? ഇപ്പം ഞാൻ ഡെസ്പറേറ്റ് ആണെങ്കിൽ ഞാൻ എന്താക്കും, കസ്റ്റമേഴ്സിന് എത്തിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അത് നാളെ എനിക്ക് 90% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഒരു കസ്റ്റമർ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. ബട്ട് നാളെ ഈ 90% ഞാൻ ചിലപ്പോൾ 50% ആക്കി കഴിഞ്ഞാൽ ഈ കസ്റ്റമർ തിരിച്ചു വരുമോ? ഉറപ്പില്ല. കറക്റ്റ്. ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാവില്ല, റിട്ടൻഷൻ എനിക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ വൺസ് ഐ ടേക്ക് ഓഫ് ദിസ് ഡിസ്കൗണ്ട്സ്. മനസ്സിലായോ? ആൻഡ് ദാറ്റ് ഈസ് വൈ വി ഹാവ് സെഗ്രിഗേറ്റഡ് ദോസ് ബ്രാൻഡ്സ്. ഓക്കെ, മനസ്സിലായോ? ബട്ട് ഡസൻ മീൻ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ കസ്റ്റമറിനെ എന്താ പറയുക ഒരു രീതിയിൽ ഞങ്ങൾ വി ഡു നോട്ട് ഡീവിയേറ്റ് ദം ഇൻ എനി അതർ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ലെറ്റ്സ് സേ ഇല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ഓർഡർ ചെയ്താൽ പോരെ, ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല, ബട്ട് യുവർ വിസിബിലിറ്റി ഈസ് ഡിഫറെന്റ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ബർഗർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ബേസ്ഡ് ഓൺ യുവർ ലാസ്റ്റ് 5 orders എൻ്റെ ഒരു ബ്രാൻഡെ കാണിക്കും. ഇഫ് യു ആർ എ ഡിസ്കൗണ്ട് ഓറിയന്റഡ് കസ്റ്റമർ യു വിൽ നോട്ട് സ്ക്രോൾ. അതായത് ഒരിക്കലും ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് പോവില്ല, ഞാൻ നേരെ 50% ഡീലിലേക്കാണ്. ആ ലോജിക് നിങ്ങൾക്ക് അറിയാം, ആ കസ്റ്റമർ അത് 50% ഡിസ്കൗണ്ടിലെ ബ്രാൻഡേ വാങ്ങിക്കുള്ളൂ. അവിടെ എനിക്ക് ഒരു ബർഗർ ബ്രാൻഡ് ഉണ്ട്, എനിക്ക് ഡെലിവറി ഫീസ് ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ, അതിന് വേറൊരു കാറ്റഗറി ഉണ്ട്, അവിടെ പോയാലും ഉണ്ടാവും എൻ്റെ ഒരു ബർഗർ ബ്രാൻഡ്, പക്ഷെ ഇതൊന്നും സെയിം ആയിരിക്കില്ല. ബേസിക്കലി അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസിന് അവരെ കുറിച്ച് അറിയുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയണം. അതാണ് that is what you are harnessing. അതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ്. എക്സാക്ട്ലി. കാരണം അവിടെ എംപ്ലോയീസ് ആണ്,
അവർക്ക് പറഞ്ഞു കൊടുത്ത സാധനം മാത്രമേ അവർ ചെയ്യുള്ളൂ. അത് ബയസ്ഡ് ആണ്. സോ ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് യു. ഞങ്ങള് ഇപ്പം എൻ്റെ ഇപ്പൊ ഇത്രയും മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എനിക്ക് ഫുൾ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രം ഉള്ളതല്ല, അതെ, എന്റെ ഫുൾ ബിസിനസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതെ. ഞാനതിപ്പോ തലപാത്രത്ത് പോയിട്ട് പറയാണ് ഇതാ ഇത്രയുണ്ട്. അവര് പറയാ നമുക്കിത് ഈ ബ്രാൻഡിൽ ഇവിടെ ഇടാം. അത് അവരെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ എന്റെ മറ്റേ മാർക്കറ്റ് ഷെയർ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇതാക്കിയെന്ന് വെച്ചാൽ മോണോപ്പൊളി ഗെയിം ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമായിരുന്നു. ഒരു പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ പാടില്ല. അതാണ്. പിന്നെ നാളെ മറ്റന്നാൾ ദേ ക്യാൻ ഡിക്റ്റേറ്റ് മോർ ദാൻ യു. കറക്റ്റ് അല്ലേ? കാരണം നിങ്ങളൊരു 70% സെയിൽ അവിടുന്ന് വരികയാണ്. നാളെ ഇവർ പറയാണ് നിങ്ങൾ ഇത് സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ വി വിൽ ഡു ദിസ്. അപ്പൊ എന്റെ കഴിഞ്ഞ മാസം ഞാനൊരു 1 million ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം ചിലപ്പോൾ അത് 500,000 ആയി മാറും. അതെ. പിന്നെ എനിക്ക് വേറെ കാരണങ്ങൾ പറയാൻ പറ്റില്ല. അതെ. അതുകൊണ്ടാണ് വാട്ട് വി ഡു ഇസ് ലൈക്ക് നമ്മൾ മാർക്കറ്റ് ഷെയറിനനുസരിച്ചിട്ട് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ബട്ട് അഗെയിൻ അവിടെ വേറൊരു പ്രശ്നം വരുന്നത് വെച്ചാല് അഗ്രിഗേറ്റർ എന്ന് കിട്ടുന്ന റിട്ടേൺസും അഗ്രിഗേറ്റർ ബിന്ന് കിട്ടുന്ന റിട്ടേൺസും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് 10x ആ കിട്ടുന്നെങ്കിൽ, 1 dirhams ചെലവാക്കി നിങ്ങൾക്ക് 10 dirhams ആ കിട്ടുന്നെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് ദ സെക്കൻഡ് പ്ലാറ്റ്ഫോം ടു പെർഫോം ദ സെയിം വേ. അത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മറ്റേതിൽ പ്ലാറ്റ്ഫോം ഇൻവെസ്റ്റ് ചെയ്യില്ലെന്ന് മാത്രമല്ല ആ ബഡ്ജറ്റ് മൊത്തം ഇവിടെ ഇടാണ്. ആൻഡ് യു ക്രിയേറ്റിംഗ് ദാറ്റ് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യണം. റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാതെ, റിസ്ക് അല്ല അത് ആക്ച്വലി നിങ്ങളെ മാർക്കറ്റ് ഷെയർ. അതായത് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോമിന് 65% മാർക്കറ്റ് ഷെയർ എന്ന് വിചാരിക്കാം, അവരുടെ റിട്ടേൺസ് ഡെഫിനറ്റ്ലി 65% തുല്യമായിരിക്കും. മറ്റേത് 20% ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ 65% മാർക്കറ്റ് ഷെയറിന്റെ റിട്ടേൺസ് ഒരിക്കലും 20% എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതെ, കറക്റ്റ്. ഇതാണ് ഇപ്പോഴുള്ള പ്രശ്നം. ചിലര് എന്താക്കും, ചെറിയ മാർക്കറ്റ് അല്ലേ, ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഇത് കൂട്ടാം എന്നുള്ള ഒരു ഇതുണ്ടാവും. കാരണം ഇവിടെ ഞാൻ കുറെ പേരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും സ്ട്രാറ്റജീസ് വരാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മാർജിൻസ് കൂടുതലായിരിക്കും, ഇവിടെ നിങ്ങൾക്ക് വോളിയൂംസ് കൂടുതലായിരിക്കും. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ വാട്ട്. അതായത് ഒരു ബാലൻസിങ് ആക്ട്. അതൊരു പിന്നെ അതിനൊരു പ്ലേ ബുക്ക് ഉണ്ടാവില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതാ പറഞ്ഞത്, ഇതിന് സ്ട്രൈറ്റ് പ്ലേ ബുക്ക് ഇല്ല. കറക്റ്റ്. അത് അവർക്കും ഇല്ല, ഞങ്ങൾക്കും ഇല്ല. പക്ഷെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യണം. റിസ്ക് മിറ്റിഗേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ബ്രാൻഡ് വാല്യൂ, അല്ലെങ്കിൽ വാട്ട് ഇസ് എ നെക്സ്റ്റ് ഗോൾ മാറ്റേഴ്സ്. അതെ. ബ്രാൻഡ് വളർത്തണോ, റവന്യൂ ജനറേറ്റ് ചെയ്യണോ? ഇത് രണ്ടാണ്, റവന്യൂ ബ്രാൻഡും. ഇപ്പം റവന്യൂ ആണ് എന്റെ ഫോക്കസ് എങ്കിൽ റവന്യൂ എന്താ, ലൈക്ക് വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു ഇൻക്രീസ് മൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്? അതെ, അതാണ് ഞാൻ ചെയ്യേണ്ടത്. കറക്റ്റ്. അതിന് ഡിസ്കൗണ്ട് ആവാം, മാർക്കറ്റിംഗ് ആവാം, അധികം ഡിസ്കൗണ്ട് ഓറിയന്റഡ് ആയിരിക്കും. കാരണം കസ്റ്റമറിന് എന്താ വാല്യൂ കിട്ടുന്നത്, ഞാൻ CPCയിലോ മറ്റേതിലോ സ്പെൻഡ് ചെയ്യുമ്പോഴല്ല, കസ്റ്റമറിന് ഡിസ്കൗണ്ടോ ലോയൽറ്റി പോയിന്റ്സോ അല്ലെങ്കിൽ വൗച്ചേഴ്സോ കിട്ടുമ്പോഴാണ് കസ്റ്റമേഴ്സിന് വാല്യൂ കിട്ടുന്നത്. അതെ. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ നമുക്ക് കൂടാൻ പറ്റുന്ന വെച്ചാൽ വിസിബിലിറ്റി, അല്ലെങ്കിൽ ബ്രാൻഡഡ് പാക്കേജിങ്, അല്ലെങ്കിൽ വേറെ പല ഫാക്ടേഴ്സ് ആയിക്കോട്ടെ. ലോങ് ടേം ഗെയിം. ഫോർ എക്സാമ്പിൾ ID ഫ്രഷ് ഞാൻ വാങ്ങിക്കുന്നത് അത് വളരെ ഓർഗാനിക് ആയിരിക്കും എന്നുള്ള വിശ്വാസം. റൈറ്റ്. മുസ്തഫന്റെ മുകളിലെ വിശ്വാസം. അപ്പൊ മുസ്തഫ ഇപ്പൊ അത്രയും കൊല്ലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട്, അതെ, ഇപ്പം എനിക്ക് ഏറ്റവും മൂപ്പറിന്റെ ഒരു വൺ ഓഫ് ദെയർ സ്ട്രാറ്റജി, അതായത് ഇഡ്ലിന്റെ ഫെർമെന്റേഷൻ മറ്റേ ട്രക്കിൽ കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ്, അത് മൂപ്പർക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് ഹി അഡ്വർടൈസ്ഡ് ഇറ്റ്, അല്ലെങ്കിൽ അതൊരു ദാറ്റ് ക്രിയേറ്റ്സ് ബ്രാൻഡ് ലോയൽറ്റി. അതിൽ ട്രസ്റ്റ് ആണ്. അതായത് ആൾക്കാർ വിചാരിക്കുന്നത് അതെങ്ങനെയാണ് ഡെയിലി രാവിലെ ആവുക, വിച്ച് ഇസ് എ വെരി ജെനുവിൻ കൺസേൺ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ്, ഞാൻ പറയാണ് എനിക്ക് ഫുഡിനെ പറ്റി അറിയാം, ഞാനൊരു ഫുഡ് സയന്റിസ്റ്റ് ആണ്, ഇതൊരിക്കലും സാധിക്കില്ല, അവര് വേറെന്തൊക്കെയോ എന്താ പറയാ ചേർക്കുന്നുണ്ട്, അല്ലാണ്ട് അത് ഫെർമെന്റ് ആവില്ല എന്ന് പറയാണ്. അപ്പം ആള് വന്നിട്ട് ഒരു പോഡ്കാസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂല് വന്ന് പറയാണ് ഇങ്ങനെയാണ് ഫെർമെന്റേഷൻ നടക്കുന്നത്. എല്ലാരും വായടപ്പിക്കുകയാണ് അവിടെ. വേറെ ഒന്നും അവിടെ ആർഗ്യൂ ചെയ്യാനായിട്ടൊന്നും ഇല്ല അവിടെ. ദാറ്റ് ഈസ് എ ട്രസ്റ്റ്.
ഹീസ് ഗിവിങ്. കറക്റ്റ്. ഹി ഡസന്റ് ഹാവ് ടു റിലൈ ഓൺ ഡിസ്കൗണ്ട്സ്. യാ നാളെ മറ്റന്നാളെ ഒരു 3 അട്ടിക്ക് കൊടുത്തിട്ട് 10 റംസിന് ഇത് കൊടുക്കണം എന്ന് മൂപ്പർക്ക് ഒരു നിർബന്ധം ഉണ്ടാവില്ല. യാ എല്ലെങ്കിലും ആൾക്കാർ വരും, ട്രൂ. അത് തേടി വരും. അതായത് ഇറ്റ് ഷുഡ്, ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഒരു ബ്രാൻഡ് ഡിസ്കൗണ്ടിന്റെ മുകളിൽ ബിൽഡ് ചെയ്യരുതെന്ന് ഞാൻ മനസ്സിലാക്കണേ. ഡിസ്കൗണ്ട് മേലെ ബിൽഡ് ചെയ്തെന്നല്ല, ആ. ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഉം. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഷാൻ, ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഒരു കാര്യം ആ. ഞങ്ങളെല്ലാം ഡിസ്കൗണ്ട് ഡ്രിവൺ ബ്രാൻഡ്സാ, വെരി ഓണസ്റ്റ്ലി. ഓക്കെ. എന്ന് വെച്ച് ഞാൻ ഡിസ്കൗണ്ടിൽ മാത്രം റിലൈ ചെയ്യുന്ന ഒരാളാണോ? അല്ല. അതിനൊരു ടൈം ഉണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ 70% ഡിസ്കൗണ്ടിലായിരിക്കും, ആ. വിത്ത് മൈ മാർജിൻസ്, സ്റ്റിൽ വിത്ത് മൈ Okay. മാർജിൻസ്. മനസ്സിലായി. That's യു it. നോ യുവർ നമ്പേഴ്സ്. ഐ നോ മൈ നമ്പേഴ്സ്. ഓക്കെ. ആ 70% ഞാൻ എത്ര കസ്റ്റമർ അക്വയർ ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞത് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ ഡു യു സി ഒ പി എന്ന്. എനിക്ക് ഇത് അച്ചീവ് ചെയ്താൽ ഇത് അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും, പിന്നെ എനിക്ക് ഇത് ഒപ്റ്റിമൈസ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായി. ഓരോരോ ടാർഗറ്റ് ആണ്. കറക്റ്റ്. എനിക്ക് 100 ഓർഡർ ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും ആവണം എന്ന് ഒരുമിച്ച് വാശി പിടിച്ചാൽ അവിടെ കരിഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ. വൺ തിങ്, ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും ഈസി ആയിട്ട് കസ്റ്റമർ അക്വയർ ചെയ്യാൻ പറ്റുന്നത് ഡിസ്കൗണ്ട്സിലൂടെയാണ്. സോ യു സ്റ്റാർട്ട് വിത്ത് ഡിസ്കൗണ്ട്സ്, ഡീപ് ഡിസ്കൗണ്ടിങ്. ഡീപ് ഡിസ്കൗണ്ടിങ്. ബട്ട് 18 months down the line, എനിക്കിപ്പോൾ നാളെ ഒരു ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഡേറ്റ. എനിക്ക് ചിലപ്പോൾ 70%, 60%, 50% ചേഞ്ച് വരില്ല. ഐ ക്യാൻ ഈവൻ ഡു ഇറ്റ് ഫോർ 20% ആൻഡ് സ്റ്റിൽ ജനറേറ്റ് ദ സെയിൽസ് ദാറ്റ്. എന്താ പറയുക, എൻ്റെ ഫസ്റ്റത്തെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് അത്രയും നമ്പർ ഓഫ് ഓർഡേഴ്സ് 70% ചെയ്ത ഡിസ്കൗണ്ട് അത്രയും എനിക്ക് ചിലപ്പോൾ 20% ചെയ്യാൻ പറ്റുമായിരിക്കും. Okay, so what you have essentially created is the marketing tech playbook inside an aggregator. Yes. Probably. More or less. More or less, I would say. Yeah. But again, ഇത് പല രീതിയിൽ എടുക്കാം. ഇപ്പൊ ഷാനിപ്പൻ എടുത്ത് വെച്ചു, എന്തിനാണ് ഇത്ര 85 ബ്രാൻഡ്സ്? അതെ. ആവശ്യമുണ്ടോ? Yeah. ഇതിപ്പോ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ. അവർ പറഞ്ഞു എന്നാ പൂട്ടിക്കോ എന്ന് പറഞ്ഞൂടെ? ഇത് വർക്ക് ചെയ്യുന്നില്ല ഈ ബ്രാൻഡ്. ഐ എം നോട്ട് സെയിങ് ഓൾ ദ 85 ബ്രാൻഡ്സ് ആർ ഡൂയിങ് ദ സെയിം. അല്ല, ഐ സ്റ്റിൽ ഹാവ് ഡോർമെന്റ് അക്കൗണ്ട്സ്. ഇല്ല, ഡോർമെന്റ് അക്കൗണ്ട്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പറയുന്നത് വെച്ചാൽ 0 ഓർഡേഴ്സ് ഡോർമെന്റ് എന്ന് പറയുന്നത്. വി ഡോണ്ട് ഹാവ് ഡോർമെന്റ് അക്കൗണ്ട്സ്. പക്ഷെ എന്റെ ആവറേജ് ചില ഓർഡേഴ്സ് ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. കാരണം എന്റെ ടാർഗറ്റ്സ് ചില ബ്രാൻഡ്സ് ഇസ് ഡൂയിങ് അപ് ടു 80-85 ഓർഡേഴ്സ് പെർ ഡേ, ആൻഡ് ദെൻ ദർ ഇസ് സം ബ്രാൻഡ്സ് വിച്ച് ഇസ് ഡൂയിങ് 4 ഓർഡേഴ്സ് പെർ ഡേ. അപ്പൊ ആ ബ്രാൻഡ്സിലും ക്ലോസ് ചെയ്തുവിടുന്ന് ചോദിക്കും. മൈ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദാറ്റ് ബ്രാൻഡ് is already recovered within 3rd month. ഇനി എനിക്ക് എന്ത് കിട്ടിയാലും ലാഭമാണ്. ഞാൻ പിന്നെ എന്തിനാ കൂട്ടി വെക്കണം? കറക്റ്റ്. എനിക്കത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ അത് പ്ലേസ് ചെയ്യാം. ഞങ്ങൾക്ക് ക്ലിയർ സെഗ്രിഗേഷൻ ഉണ്ട്. Tier 1, Tier 2, Tier 3 into Tier 1 customer, Tier 2 customer, Tier 3 customer. brands. Leave customers, brands. Brands, okay. Tier 1 ആണ് ഞങ്ങൾ പ്രീമിയം പ്രൈസ്. പ്രീമിയം ഇതാണ് വരുന്നത്. സെക്കൻഡ് ഇസ് മാർക്കറ്റിംഗ് പ്ലസ് ഡിസ്കൗണ്ട്സ്. തേർഡ് ഇസ് ഡീപ് ഡിസ്കൗണ്ടിങ്. നൗ ഇത് ഒരു 5 പ്ലാറ്റ്ഫോംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ 85 into 5 ആണ് എൻ്റെ റവന്യൂ സ്ട്രീം. അപ്പം അതായത് എനിക്ക് കച്ചവടം കിട്ടാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ നിയർലി 85 into 5 എത്രയോ? ക്ലോസ് ടു 425. ഞാൻ നമ്പേഴ്സിൽ വീക്കാ. ഞാൻ ഏറ്റവും മോശമാണ് ഇപ്പൊ ഈ ബിസിനസ്സിലായതുകൊണ്ട്. into 5 പ്ലാറ്റ്ഫോംസ്. ഓക്കെ. ഇപ്പൊ 425 സ്ട്രീംസ് ഉണ്ട് എനിക്ക്, റവന്യൂ സ്ട്രീം ആയിട്ട് മാത്രം. റവന്യൂ ചാനൽസ്, സ്ട്രീംസ്, whatever it might be. സ്ട്രീംസ് ആണ് ഡിഫറെന്റ്. അതായത് നിങ്ങളൊരു ഒറ്റ സാധനമാണല്ലോ, മൾട്ടിപ്പിൾ ചാനൽസ് ആണ്. ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായി. ഓക്കെ. അപ്പം ഈ 425 ഞങ്ങള് ടോട്ടൽ റവന്യൂ ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. 425 സ്റ്റോർ ഇല്ല പോലെയാണ് ഉള്ളത് പോലെ. ഓക്കെ. ഔട്ട്ലെറ്റ്സ് ഇല്ല പോലെയാണ് പക്ഷേ ദ പ്രോബ്ലം ഇസ് മാർക്കറ്റ്. ഇപ്പൊ ഖത്തറിൽ ഇപ്പം പോപ്പുലേഷൻ ഇസ് ക്ലോസ് ടു 3.2 മില്യൺ. ആ ഒരു ഗ്രോയിങ് എനോർമസ് ഇല്ല. അങ്ങോട്ടേക്ക് ദുബായ് പോലത്തെ ഒരു മാർക്കറ്റ് അല്ല. ഇന്ത്യ പോലത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇഫ് ഐ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. എന്നാ എന്നെ കൊണ്ട് സാധിക്കില്ല, വെരി ഓണസ്റ്റ്ലി. ഞാൻ അവിടെ വന്ന് ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ അവിടെ 2 കൺസൾട്ടൻസി പ്രോജക്ട്സ് ചെയ്തിരുന്നു.
അത് അവിടെ ഇരുന്ന് അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. രീതിയുണ്ട്. ഉം. ചിലപ്പോൾ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഇതുണ്ട്. പ്ലേ ബുക്സ് അല്ല, ഐ എം നോട്ട് ഉം. ടോക്കിംഗ് അബൌട്ട് പ്ലേ ബുക്സ്, ഐ എം ഉം. നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്ട്രാറ്റജീസ്. ഉം. ലീഗൽ സൈഡ് ഉം. കുറച്ചൊരു എന്താ പറയുക, അവിടെ ഇവിടെയും കുറേ കാര്യങ്ങളുണ്ട്. ഉം. ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഞങ്ങളുടെ ബിസിനസ്സിനൊരു IP ഉണ്ട്. ഉം. ലീഗൽ ആണെങ്കിലും ഒരു രീതിയുണ്ട്. ഉം. ദാറ്റ് ഈസ് വൈ വി ആർ ഏബിൾ ടു ക്രാക്ക് എ ലോട്ട് ഓഫ് കറക്റ്റ്. ലൂപ്പ് ഹോൾസ്. അതെ. അതെനിക്ക് ചിലപ്പോൾ നാട്ടിൽ പോയാൽ ചെയ്യാൻ നടന്നു വരില്ല, പറ്റിക്കൊള്ളണമെന്നില്ല. ഉം. മനസ്സിലായോ? ബട്ട് ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്, ഇറ്റ്സ് എ ഹ്യൂജ് Huge. പൊട്ടൻഷ്യൽ. ഉം. മനസ്സിലായോ? എനിക്കൊന്ന് റബൽ ഫുഡ്സ് IPO ചെയ്യാൻ പോകണ്ടല്ലേ? റെബൽ ഫുഡ്സ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്ലേയേഴ്സ്. Yeah. അവർ ഇന്ത്യയിൽ മാത്രമല്ല, വൺ ഓഫ് ദ ഗ്ലോബലിലെ ഏറ്റവും വലിയ, ഇറ്റ്സ് എ ഇന്ത്യൻ കമ്പനി ബട്ട് എ ഗ്ലോബൽ ഐക്കൺ ഇൻ ടേംസ് ഓഫ് ദെയർ ഇത്. ഓ. ദേ I don't want to talk about the valuations and all. Mm. It's like, but it's $1 billion company. ഞാൻ പിന്നെ കഴിഞ്ഞ ഹഡിലിന് പോയപ്പോൾ അതിലൊരു കോഫൗണ്ടർ കണ്ടിരുന്നു. ആരാ? അൻകിത? ഒരു സിക്ക് ചെങ്ങായിയാ തോന്നുന്നു, എനിക്ക് കറക്റ്റ് മൂപ്പരെ പേര് ആദ്യമായിട്ട് ഞാൻ ആ ബ്രാൻഡിനെ കുറിച്ചും അങ്ങനെ ഒരു കമ്പനി ഇല്ല, ഞാൻ അവിടെ നിന്നാണ് അറിയുന്നത്. Huge. അതുകൊണ്ട് എനിക്ക് ഫൗണ്ടറുടെ പേര് അറിയില്ല. പക്ഷേ But they're huge. They're pretty too huge. huge. But if you're from the industry, റെബൽ അല്ലാതെ വേറെ ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട്. ദിൽ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഷാർക്ക് ടാങ്കിൽ വന്നൊരു കമ്പനിയാണ് ബേസിക്കലി. അവര് ചെയ്തെന്ന് വെച്ചാല് ബേസിക്കലി ഡ്രൈ ഫ്രീസ് ചെയ്ത പ്രൊഡക്ട്സ് റെസ്റ്റോറൻറ്റ്സിന് കൊടുത്തിട്ട് യു ക്യാൻ പ്രിപ്പയർ ഒരു 2 minutes ആ ഫുഡ് നിങ്ങൾ ഈ 2 SOP ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ടോ 30 minute കൊണ്ടോ ചെയ്ത പ്രൊഡക്ട്സിന്റെ കൺസിസ്റ്റൻസിൽ കിട്ടും. ഡ്രൈ ഫ്രീസ് ചെയ്ത അതൊരു പ്രോസസ് ഉണ്ട്. ദേ ക്രാക്ട് ഇറ്റ്. ഇപ്പം 75 crores എന്ന് ഞാൻ അവസാനം കണ്ട വാല്യുവേഷൻ. ദ പ്രിറ്റി ഹ്യൂജ്. ബൂട്ട് സ്ട്രാപ്പ് ചെയ്തൊരു കമ്പനി. പക്ഷെ പല കമ്പനീസും അവർ ഇതായിട്ടില്ല, ലൈം ലൈറ്റിൽ വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ റിസർച്ചിൽ ഇറങ്ങുന്നതുകൊണ്ട് അത് പല കമ്പനീസിനെ പറ്റി അറിയുന്നതും പഠിക്കുന്നതും ഇതാക്കിയിട്ട്. ബട്ട് ദിൽ ഫുഡ്സ് ഇസ് ക്വൈറ്റ് ബിഗ്. ദിൽ ഫുഡ്സിൽ അർജുൻ വൈദ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അർജുൻ വൈദ്യ ദിൽ ഫുഡ്സില് പലരും ഉണ്ട്. അമൻ ഒഴികെ, അന്ന് ഷാർക്ക് ടാങ്കിൽ അമൻ ഒഴികെ ബാക്കി എല്ലാവരും പീയൂഷ് ലെൻസ്കാർട്ടിന്റെ പീയൂഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമിത ഫ്രം ഇതൊന്ന് എംക്യൂർന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഷാർക്ക് ടാങ്കിലുണ്ടായിരുന്ന അമൻ ഒഴികെ 4 പേര്. അതിന്റെ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് അർജുൻ വൈദ്യ. അർജുൻ വൈദ്യ ഏർലി ഐഡന്റിഫൈ ചെയ്യും. റൈറ്റ്. I have seen in multiple times. എനിക്കൊന്ന് ഹഡിലിന് വന്നിരുന്നു, അതിനും ഞാൻ കണ്ടിരുന്നു. ആൻഡ് ഐ മീൻ ഡയറക്ട് ടച്ച് വിത്ത് ഹിം. അപ്പൊ അവനൊരു എക്സിറ്റ് കഴിഞ്ഞിരിക്കുക. സോ he just finds founders at a very 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 early stage. So he was talking about that in this link. ആ ഒരു ഇത് നോക്കുമ്പോൾ there is a lot of opportunities in that market. നമുക്ക് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പോപ്പുലേഷൻ TAM is restricted. Correct. ഇത്രയല്ലേ പോപ്പുലേഷൻ. അപ്പോൾ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഒരു ബിസിനസ് എത്രത്തോളം വളർത്താൻ പറ്റുന്നു. പിന്നെ the only thing that you can work on is the margins. മാർജിൻസ് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ, ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റൂ. ടോപ്പ് ലൈൻസ് ഓൾറെഡി, അതായത് സെയിൽസ് അവിടെ റെസ്ട്രിക്റ്റഡ് ആവും, ത്രെഷോൾഡ് എത്തി എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 85 ബ്രാൻഡ്സ്, ദാറ്റ് ഈസ് വിത്തിൻ 18 months. യെസ്. എങ്ങനെയാണ് 18 monthsനോട് മീൻസ് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് 85 ബ്രാൻഡ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. See, 85 brands. 18 months അല്ലേ ഉള്ളൂ. Right. How big is ടീം? എത്ര വലുതാ? എങ്ങനെയാണ് ഇത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് we had a staff of close to 120. 120 plus ആ ഒരു റേഞ്ചിലായിരുന്നു. കൂടുതലും ഷെഫ് ആയിരിക്കും. ഷെഫ്സ് ആണ് നമ്മൾ ഓൺ ദ ഗ്രൗണ്ടിലാണ്. മാനേജ്മെന്റ് we were like close to 10. അത്രേ ഇതായിട്ടുള്ളൂ. ബട്ട് മോസ്റ്റ്ലി we invested in the people on ground. അതിൽ ഡിസ്പാച്ചിങ് സ്റ്റാഫ്സ് വരും, ക്ലീനേഴ്സ് വരും, പിന്നെ റണ്ണേഴ്സ് വരും, പിന്നെ പാക്കേജിങ്, പിന്നെ ഷെഫ്സ് മോസ്റ്റ്ലി ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹൗ വി ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞാല് ഭയങ്കര റാപ്പിഡ് എക്സ്പാൻഷൻ ആയിരുന്നു. റാപ്പിഡ് എക്സ്പാൻഷൻ ഇൻ ദ സെൻസ് ഒരു ബ്രാൻഡ് ഞങ്ങൾ ഫസ്റ്റ് 8 ബ്രാൻഡ് ലോഞ്ച് ചെയ്തു ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2024. ലോഞ്ച് ചെയ്തു. 2 monthsനുള്ളിൽ we learned the data. 2 months അല്ല, 1.5 months ഡാറ്റ ലേൺ ചെയ്തു. കോൺസെപ്റ്റ്സ് ഞങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഏത് കോൺസെപ്റ്റ് ഏത് സമയത്ത് ഇറക്കേണ്ടത് മാത്രമേ നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ.
അപ്പോൾ പിന്നെ കണ്ടുപിടിച്ചു ഓക്കെ ലെറ്റ്സ് അമേരിക്കൻ ലോഞ്ച് ആയി. അടുത്ത ലോഞ്ച് നമ്മൾ നോക്കുന്നത് പിസാസ് ആണ്. അപ്പോൾ പിസാസ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ആണ്. ഇറ്റാലിയന് നമുക്ക് എന്താക്കാൻ പറ്റും, പാസ്താസ് റോൾ ഔട്ട് ചെയ്യാൻ പറ്റും. പിസ്സ സെക്ഷൻ ഇസ് റെഡി. ഇതാക്കാം, എത്ര ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്യണം, മെനു എഞ്ചിനീയറിംഗ് വരും അതിൽ. എവറിഥിങ് വാസ് ലൈക്ക് ഫൗണ്ടേഴ്സ് അടക്കം വെർ ഓൺ ദ ഗ്രൗണ്ട്. വി വർ ഓൾ ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ ഞാൻ ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് ഗിവ് മീ ദ ഫൈനൽ പ്ലാൻ ഫ്രം ഓപ്പറേഷൻ സൈഡ്. ഞാൻ എന്താക്കും, നേരെ അഗ്രിഗേറ്ററിലേക്ക് ഒരു പ്ലാൻ ആയിട്ട് പോകും. ദിസ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ്. അതായത് ആദ്യത്തെ ഒരു 5 ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടോ, പക്ഷെ വൺസ് യു നോ ദ തിങ് അപ്പം വന്നു. പിന്നെ ബ്ലിറ്റ് സ്കെയിലിംഗ് ആണ്. പിന്നെ സ്കെയിലിംഗ് ചെയ്ത ഒരു ഫൗണ്ടർ കൂടെ ഞാൻ ആദ്യമായിട്ട് ഇരിക്കുക കേട്ടോ. ബ്ലിറ്റ് സ്കെയിലിംഗ് ആ ബുക്ക് ഉണ്ടല്ലോ, ആരായിരുന്നു, റീഡ് ഹോഫ്മാൻ ആണോ ഇത് ആണെന്ന് എന്റെ ഓർമ്മ. ലിങ്കിന്റെ അത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, അടിപൊളി. പക്ഷേ ദ ഫൗണ്ടർ കേപ്പബിലിറ്റി റിക്വയർഡ് ടു ബ്ലിറ്റ് സ്കെയിൽ ഇസ് ബിയോണ്ട് എനിത്തിങ് ദാറ്റ് വി കൻ ഇമാജിൻ. അതങ്ങോട്ട് ഫെറാറി കയറി ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. ഇനി ഇടിക്കോ തട്ടോ മുട്ടോ ഒന്നുമില്ല. യു ഹാവ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ഇല്ല, സോ നമ്മള് വി വർ ലോഞ്ചിങ് ക്ലോസ് ടു 5 to 7 ബ്രാൻഡ്സ് എവറി മന്ത്. അതിന്റെ കൂടെ മിനിമം ഒരു 1 to 2 സബ് കോൺസെപ്റ്റ്സ്. അപ്പൊ നമുക്ക് കോൺസെപ്റ്റ് സബ് കോൺസെപ്റ്റ് ഉണ്ട്. ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ആണ് കോൺസെപ്റ്റ് വരുന്നത്. സബ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സാൻഡ്വിച്ചസ്, ഫ്രൈഡ് ചിക്കൻ. ആ അമേരിക്കന്റെ അടിയിൽ തന്നെ കുറെ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ ഒരു അമേരിക്കൻ കോൺസെപ്റ്റ് ആണ്. എന്താ പറയുക, സാൻഡ്വിച്ചസ് ഒരു സബ് കോൺസെപ്റ്റ്, വിങ്സ് ഒരു സബ് കോൺസെപ്റ്റ് ആണ്, ബർഗേഴ്സ് ഒരു സബ് കോൺസെപ്റ്റ് ആണ്. ഇറ്റാലിയനിൽ വരുമ്പം നമുക്ക് പാസ്ത, പിസ്സ, പിന്നെ ഫൈൻ ഡൈനിങ് ക്യൂസിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 38 സബ് കോൺസെപ്റ്റ്സും നിയർലി 15 കോൺസെപ്റ്റ്സും ആണ് മാർക്കറ്റ് ഉണ്ടായത്. ആൻഡ് ദെൻ വി വെന്റ് ഓൺ ലുക്കിംഗ് അറ്റ് എല്ലാ ബ്രാൻഡ്സും ഒരുമിച്ചല്ല ലോഞ്ച് ചെയ്തത്. വി വർ ലുക്കിംഗ് അറ്റ് ഓക്കെ ഇഫ് ദെർ വാസ് എ സ്പേസ്, നമുക്ക് ഈ ഒരു സ്പേസിൽ ഒരു ബ്രാൻഡിൽ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അവിടെ എന്താണ് മാർക്കറ്റ് ഉള്ളത്. ബട്ട് ചിലപ്പം ലൈക്ക് ലെറ്റ്സ് സേ അധികം ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു ഹെൽത്തി ബ്രാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്ന ഒരു ഹെൽത്തി ബ്രാൻഡ് അവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ വി വുഡ് ലോഞ്ച് എ ബ്രാൻഡ്. ഫുള്ളി ഡാറ്റ ഡ്രിവൺ ആണ്. ഡാറ്റ ഡ്രിവൺ മാത്രമാണ് ഇപ്പൊ നമ്മൾ, അത് മാത്രമേ ഉള്ളൂ. ഡാറ്റ നോക്കുന്നു, ചെയ്യുന്നു, സിമ്പിൾ. അപ്പൊ ഈ അഗ്രിഗേറ്ററിന് മീൻസ് ഇത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡേറ്റ നല്ലോണം ഉണ്ട്. There is loopholes again. All the loopholes. I also know that. ഞാനും കുറച്ച് ആ ഖത്തർ മാർക്കറ്റിൽ വർക്ക് ചെയ്തതുകൊണ്ട് loopholes ഉണ്ട്. But one good thing about Qatar market was that there was a certain level of transparency which has been imposed by the government. അതായത് അവര് ഇട്ട കുറച്ച് റെസ്ട്രിക്ഷൻസ് കാരണം ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റി, certain ഡേറ്റ വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഫോർ എസ് ഒന്നും കിട്ടാത്തടത്തുനിന്ന് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ഡേറ്റ ഇല്ലേ, അത് ഞങ്ങളുടെ സർട്ടൻ സോഫ്റ്റ്വെയർസ് ഹെൽപ്ഡ് us ഇന്റേണൽ വെരി എന്ന് പറഞ്ഞാൽ ക്രാക്ക് ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് എവറി സിംഗിൾ പോയിന്റ് ഓഫ് ഡേറ്റ, ഓരോരോ മൈന്യൂട്ട് ഡേറ്റ ഞങ്ങൾ എന്താക്കി അരച്ച് ഒരു ഇതിലേക്ക് എത്തും. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ അഗ്രിഗേറ്ററിന്റെ ഏറ്റവും വലിയ കസ്റ്റമർ നിങ്ങളായിരിക്കുമോ അങ്ങനെ നോക്കുകയാണെങ്കിൽ? ഇല്ല, അല്ല. നോ. ഓക്കെ. there are other cloud kitchen brands also. Cloud kitchen brands ആയിരിക്കും ഏറ്റവും വലിയ. നമ്പർ ഓഫ് സ്കെയിൽ വരുന്നുണ്ടെങ്കിൽ വി ഹാവ് വൺ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ. ഓക്കെ. നമ്പർ ഓഫ് ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ വിത്ത് സെയിം സ്കെയിലബിലിറ്റി ഒരു ഇതുണ്ട്. ബട്ട് ഖത്തർ ബോൺ എന്ന് പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കമ്പനി ഇന്റർനാഷണൽ ആണ്. സോ യു നോ ദ പ്ലേയിങ് ഫീൽഡ് ഈവൻ ബെറ്റർ. അപ്പൊ നിങ്ങളെ മീൻസ് ആ അഗ്രിഗേറ്റർ സംബന്ധിച്ചിട്ട് നിങ്ങളായിരിക്കില്ല അപ്പൊ ഏറ്റവും വലിയ കസ്റ്റമർ തന്നെ ഇൻ ടേംസ് ഓഫ് റവന്യൂ ഓർ നമ്പർ ഓഫ് ഓർഡേഴ്സ്? നോ, അല്ല. ഓക്കെ. അവിടെ ലൈക്ക് ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ദ ഹോൾ മാർക്കറ്റ് ഓർ ജസ്റ്റ് ദ ക്ലൗഡ് കിച്ചൺ ബിസിനസ്? ജസ്റ്റ് ദ ക്ലൗഡ് കിച്ചൺ ബിസിനസ്. ക്ലൗഡ് കിച്ചൺ ബിസിനസ്സിൽ നമ്മൾ ടോപ്പ് 5 വരുന്നുണ്ട്. And there is enough players in the market also. In that we hold ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മാർക്കറ്റ് ഷെയർ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ ക്ലൗഡ് കിച്ചൺസ് ഇപ്പം ഇതിന്റെ ഒരു ഇനിയുള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കണ്ടുകൊടുത്തോളം നിങ്ങൾ എവിടെയില്ല. നമ്മൾ തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചത് ബിക്കോസ് സംബഡി ഗോട്ട് വൗച്ചേഴ്സ്. അപ്പൊ അവൻ കയറി ഫുള്ള് നോക്കുമ്പോഴാണ് ഇതെന്താ ഒരേ കമ്പനിയാണോ? ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വാസ് ഫിഗർഡ് ഔട്ട്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി വലിയൊരു റിസ്ക് ഇല്ലേ? കാരണം ഈ പ്ലാറ്റ്ഫോംസിന് എന്താ സംഭവിച്ചാൽ പ്ലാറ്റ്ഫോംസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ.
ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലായി. ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുന്നില്ല, ഇല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, റൈറ്റ്, ഫൗണ്ടർ ബ്രാൻഡ് ചെയ്യുന്നില്ല, ഇല്ല, യു ആർ ഓൺലി ഡൂയിങ് മാർക്കറ്റ് പ്ലേസിൽ Right. നമ്മൾ ടോപ്പ് ആയിരിക്കും. ഇതിനാണ് ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ വേർട്ടിക്കൽസ് ഉം. വരുന്നത്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പം എന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല എന്റെ കോഫൗണ്ടറിനുള്ളത്. അവൻ വേറൊരു വ്യൂവിലാണ് നോക്കുന്നത്, ബട്ട് ദ എൻഡ് ഗോൾ ഇസ് സെയിം. Yeah. ബട്ട് നമ്മൾ നോക്കുന്നത്, ഞാൻ വളരെ പെസിമിസ്റ്റിക് ആയ ഒരാളും ഉം. എന്റെ ഫൗണ്ടർ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരാളാണ്. ഉം, ഉം. അതായത് ഇപ്പൊ നാളെ ഒരു സാധനം ചെയ്യുന്ന പറഞ്ഞാൽ ഓനെ അവന്റെ അതിന്റെ ബെനിഫിറ്റ്സ് പറയും, ആ. ഞാൻ പറയും അഥവാ നമുക്ക് ഇങ്ങനെ വന്നാൽ എന്താക്കുമെന്ന് ചോദിക്കും. ആ, ആ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഞാനും ഫൗണ്ടറും തമ്മിൽ. Correct. ഇപ്പം ഞങ്ങളുടെ മോഡലില് വി ആർ നോട്ട് ലുക്കിംഗ് ദിസ് ഇസ് ലോങ് ടേം. ഉം. Okay. ഇത് ഈ ബ്രാൻഡ്സിൽ ഇപ്പൊ 85 ബ്രാൻഡ്സിൽ എനിക്കൊരു 20 to 25 ബ്രാൻഡ്സ് ഉണ്ട്, ഉം. വിച്ച് ഇസ് ടോപ്പ് സെല്ലിംഗ്, Okay. which is doing close to 70% of my sale. Let's Okay. say, for example. ഉം. ഈ 25 ബ്രാൻഡ്സ് ആണ് ഞങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്, ആ, വിച്ച് ഇസ് ആ. ഹൈബ്രിഡ് മോഡൽ. ഹൈബ്രിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഉണ്ട്, ആ. ഡൈനിങ് അല്ല, മോർ ഓഫ് ലൈക്ക് എ ടേക്ക് അവേ Okay. കോൺസെപ്റ്റ് ഉണ്ടാവും. അതേ ഇതിൽ തന്നെ കിച്ചൺ, ബാക്കത്തെ കിച്ചണിൽ ക്ലൗഡ് കിച്ചൺസ് റൺ ചെയ്യും. ബട്ട് Okay. ഒരു ഫ്രണ്ട് ഫേസിങ് സ്റ്റോർ വരാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ബേസിക്കലി നിങ്ങൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ ബ്രാൻഡിൽ നിന്നും യു വിൽ ആൾസോ പുട്ട് എ സ്റ്റോർ വിച്ച് ഓൺലി ഹാസ് ടേക്ക് അവേ. ടേക്ക് അവേസ് എന്ന് പറഞ്ഞാൽ കുറെ നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ടാവും, ഇവന്റ്സ് ഉണ്ടാവും, കിയോസ്ക്സ് ഉണ്ടാവും. അങ്ങനത്തെ ഇതിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ജസ്റ്റ് ഗിവിംഗ് യു എ സിമ്പിൾ ഇത്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഗോൾ. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഖത്തറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സിൻസ് ദ മാർക്കറ്റ് വാസ് നോട്ട് റെഡി ഫോർ സർട്ടൻ തിങ്സ്, വി ഹാഡ് ടു ടേക്ക് സം സ്റ്റെപ്സ് ബാക്ക്. എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഇപ്പോഴും എന്റെ മാർക്കറ്റിന്റെ ഒരു ഫൈനൽ ഗോൾ ഉണ്ട്. അതിപ്പോ ഞങ്ങൾ റിവീൽ ചെയ്യുന്നില്ല, കാരണം ഇറ്റ്സ് സ്റ്റിൽ വെരി ഏർലി സ്റ്റേജ് ഫോർ ദിസ്. ഇറ്റ്സ് ദെയർ ഇൻ ഇന്ത്യ. ഇപ്പോഴും രണ്ടാമത്തെ ഉള്ളത് ഇത് ജോർഡനിലാണ്. ഈ 2 മാർക്കറ്റിലാണ് ഈ ഒരു മോഡൽ ഇപ്പൊ വന്നിട്ടുള്ളൂ, ദ വൺ ദാറ്റ് വി വാണ്ട് ടു ലോഞ്ച് ബേസിക്കലി. അപ്പം ഇന്ത്യയിലുണ്ട് ബേസിക്കലി, ആൻഡ് ഇറ്റ്സ് സൂപ്പർ സക്സസ്ഫുൾ. സോ ഇറ്റ്സ് എ പ്രൂവൺ മോഡൽ. അത് കഴിഞ്ഞതാണ്. But market is not ready. Dubai ചെയ്യണമെന്നുണ്ട്, but we will eventually see how feasible it will be later on. അല്ല, പക്ഷെ എപ്പോഴും മീൻസ് യു സ്റ്റിൽ ഹാവ് ദാറ്റ് പ്ലാറ്റ്ഫോം റിസ്ക്, റൈറ്റ്? പ്ലാറ്റ്ഫോം റിസ്ക് എപ്പോഴും അതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്താണ്. കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്, ആൻഡ് ഇവൻച്വലി ദാറ്റ് ഇസ് വെയർ വിൽ ഹാവ് ടു മൂവ് ഇൻ ടു അവർ ഓൺ ആപ്ലിക്കേഷൻ. പല രീതിയിൽ അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു പ്ലാറ്റ്ഫോമായി മാറും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. കാരണം എനിക്കത് ചെയ്യാം. എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് കസ്റ്റമേഴ്സിന് ലോയൽറ്റി കൊടുക്കാം, കസ്റ്റമർ ഡേറ്റ എനിക്ക് ഡയറക്ട്ലി ഇതാക്കാം. ഐ ക്യാൻ ഈവൻ ഒരു എന്താ പറയാ, ഒരു കസ്റ്റമറിന് വന്നാല് ഇപ്പൊ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരേ ബാസ്കറ്റിൽ എടുത്തിട്ട് they can just pay one delivery fees also. പല രീതിയിലുണ്ട്. മൾട്ടി ബാസ്കറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് എന്റെ ഡെലിവറി ടൈമിങ്സ് കുറയ്ക്കാം, പ്രിപ്പറേഷൻ ടൈംസ് കുറയ്ക്കാം. എനിക്കിപ്പോ ഈ കസ്റ്റമർ പിന്നീട് വന്ന there are multiple advantages of it as well. Risk factors, ഞാൻ പറഞ്ഞ പോലെ, I cannot see a future probably in the next 4-5 years. തലബാത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അഗ്രിഗേറ്റേഴ്സ് പോവാനുള്ള ഒരു മാർക്കറ്റ് ഇത് കാണുന്നില്ല. ഓക്കെ, ആൻഡ് ബൈ ദെൻ ഇഫ് ഐ ഡോണ്ട് ക്രിയേറ്റ് മൾട്ടിപ്പിൾ റവന്യൂസ്, അപ്പൊ അതെന്റെ ബിസിനസ് ഫെയിലിയർ. അത് അവർ പൂട്ടി പോയത് കൊണ്ടല്ല. ഓക്കെ, സോ നൗ യു വിൽ ബി ഗോയിങ് ഇൻ ടു ടേക്ക് അവേ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഡൈനിങ് സ്റ്റാർട്ട് ചെയ്യും. Maybe your own app. See, again, അത് ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാല്, when you are asking that ആ റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് the models that we can move into. മനസ്സിലായി. ഇതാണ് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ ഇപ്പോഴും ഇതാക്കുന്നില്ല. It's a different ball game, as I told you. എന്താണ് ഏത് മാർക്കറ്റിൽ എന്താണ് ആവശ്യം, അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റും. ബട്ട് all the backups are ready. മനസ്സിലായി. ആ മോഡൽസ് നമ്മൾ എന്താക്കി ഓൾറെഡി വി ഹാവ് ബ്രോക്കൺ ഇറ്റ് ഡൗൺ. അപ്പം ഏത് സമയത്ത് ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഈ മോഡൽ ഇറക്കാം, ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഇറക്കാം എന്നുള്ള. ആൻഡ് ടുമോറോ, നാളെ ഈ ബ്രാൻഡ് ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് വെൽ ആൻഡ് അഗ്രിഗേറ്റർ ക്ലോസസ് ഡൗൺ, ആ ബ്രാൻഡിന് ഒരു ലോയൽറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ 25 ബ്രാൻഡിന് അതിന്റെ റിട്ടൻഷന് കൂടുതലാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് നമുക്കൊരു കസ്റ്റമർ റിട്ടൻഷൻ വരുന്നത് ക്ലോസ് ടു 45%. വന്നോണ്ടേയിരിക്കല്ലേ? അതെ. അപ്പം മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സിനെ കാട്ടി ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു എമൗണ്ട് ആണത് പെർസെന്റേജ് വൈസ്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് അത് ഞാൻ നാളെ വേറൊരു ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ എന്റെ റിട്ടൻഷൻ സെയിം ആവുമോ അറിയില്ല.
എനിക്ക് ഇപ്പോഴുള്ള ഡേറ്റ കറക്റ്റ് അത് തുടങ്ങിയാലേ അറിയുള്ളൂ. അത് തുടങ്ങിയാലേ അറിയാൻ പറ്റും. ഇത് പലരും എന്നോട് ചോദിക്കും പല കാര്യങ്ങള്, അത് ചെയ്താലേ അറിയുള്ളൂ. അപ്പൊ അതെന്താ അറിയാത്ത? ഇല്ല, അതാണ് ഞങ്ങള് ഇപ്പം ഷാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ വെരി ഡേറ്റ ഡ്രിവൺ. ഇപ്പം ഒരാൾ ചോദിക്കും നമുക്ക് ഫ്ലയർ ഇടാം. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഫ്ലയർ ഇട്ടാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹൗ ഡിഡ് യു കം ടു a conclusion that we can do flyers and we'll make sales? എങ്ങനെയാണ്, എന്ത് ഡേറ്റ പോയിന്റിലാണ് നിങ്ങൾ അത് മനസ്സിലാക്കി? ഇല്ല, അതിപ്പോ ഇട്ടാലല്ലേ നമുക്കറിയാൻ പറ്റൂന്ന്. ഞാൻ പറഞ്ഞു അല്ല, നിങ്ങളിപ്പം ഇത് ഇത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇത് എത്ര പേർക്ക് എത്തിക്കുന്നുണ്ട്, അതിൽ നിന്ന് എത്ര കൺവേർഷൻ വരും എന്ന് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് ആക്ച്വൽസ് ഇസ് ഡിഫറെന്റ്. നിങ്ങളൊരു ഒപ്റ്റിമിസ്റ്റിക് ഒരു പെസിമിസ്റ്റിക് നമ്പർ എടുക്കുക, പിന്നെ ഒരു ആക്ച്വൽസ് എടുക്കുക. അതൊരു ഡേറ്റ പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിങ്ങൾ എന്നിട്ട് എത്രയാണ് റവന്യൂ ഉണ്ടാക്കുന്നത്? ലൈക്ക് ഇഫ് യു ഹാവ് സ്പെൻഡ് ലൈക്ക് ലെറ്റ്സ് സേ 1000 dirhams ഓൺ ഫ്ലയേഴ്സ്, 5 കസ്റ്റമേഴ്സ് വന്നിരിക്കുക, 100 dirhams വെച്ചിട്ട് അയാൾ ചെലവാക്കി 500 dirhamsന്റെ റവന്യൂ കിട്ടി. അപ്പം അതിന്റെ അർത്ഥം എന്റെ മാർക്കറ്റിംഗ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ 0.5x എന്നാണ്. അല്ല, അതാണ് ഇപ്പൊ എനിക്ക് എന്റെ ചെലവുണ്ട്, ഇതുണ്ട്, അതുണ്ട്. ബിഫോർ നമ്മളിപ്പോ പരീക്ഷിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും വി ഷുഡ് ഹാവ് എ ഡേറ്റ അനാലിസിസ്. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഫ്ലയർ ഇടുക എന്നുള്ളതിലല്ല, ആ ഫ്ലയർ ഇട്ടതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോണെന്നില്ലാണ്. അല്ല, എങ്ങനെയാണ് കൺക്ലൂഷൻ എത്തിയത്? ലൈക് ഫ്ലയറിലേക്ക് എങ്ങനെ എത്തി? ലൈക് ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ദാറ്റ് ഫ്ലയർ ഷുഡ് ബി ദ സൊല്യൂഷൻ? അതായത് എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിയത് എന്നുള്ളത്. Like if you are able to explain that. Now it is just an idea. Okay. Multiple ideas. Why not CPC? Why not SEO? ഇതൊന്നും പറയാതെ നിങ്ങൾ ഫ്ലയറിലേക്ക് എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്? Okay, because others are doing it. ഇതായിട്ട് വരുന്നത്. അപ്പം so the reason why we look deep into these answers is that നമ്മളിപ്പോൾ എടുക്കുന്നതിന്റെ റിസ്ക് മിറ്റിഗേഷൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എനിക്ക് റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാൻ പറ്റും ആസ് മച്ച് ആസ് പോസിബിൾ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റീസൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് സ്പെൻഡ് ചെയ്തത്. നമുക്ക് ഇതിന് ഈ റിട്ടേൺസ് കിട്ടി, ഇതിന് ഇത്രയും നഷ്ടം വന്നു, ഇറ്റ്സ് ഓക്കെ, വിൽ നോ അത് നാളെ മറ്റന്നാൾ അതിന്റെ മേലെ എത്ര സ്പെൻഡ് ചെയ്യണം, എത്ര സ്പെൻഡ് ചെയ്യാതിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഏകദേശം നിങ്ങളുടെ ക്ലൗഡ് കിച്ചൺ ഓപ്പറേഷൻസ് ഫുള്ളി ഡാറ്റ ഡ്രിവൺ ആണ്. മേ ബി യു മേ ഗോ ഇൻ ടു മോർ കൺട്രീസ്. കാരണം നിങ്ങൾ അത് ഫിഗർ ഔട്ട് ചെയ്തു. ഈ 1.5 വർഷമല്ല, നിങ്ങൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തു. വളരെ എനിക്കൊന്ന് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ട്. വാട്ട് വിൽ ബി യുവർ NP, വാട്ട് വിൽ ബി യുവർ EBITDA, വാട്ട് ഈസ് ഗോയിങ് ടു ബി യുവർ കോസ്റ്റ് പെർ എന്താ പറയുക ഈച്ച് സ്റ്റാഫ്, റവന്യൂ പെർ സ്ക്വയർ ഫീറ്റ് എന്തായിരിക്കും, നിങ്ങൾ അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ കാണുന്നത് ഒരാൾക്ക് പിന്നെ കഫേ തുടങ്ങണം, നേരെ പോയി പിന്നെ വാപ്പൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കും, അല്ലെങ്കിൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് പൈസ വാങ്ങിക്കും, കഫേ അങ്ങോട്ട് തുടങ്ങും. വേറെ ഒന്നും എനിക്ക് കഫേ തുടങ്ങണം, ഇത് മാത്രമാണ് ചിന്ത. പക്ഷെ കഫേ തുടങ്ങിയിട്ട് എന്ത്? തുടങ്ങി നൗ വാട്ട്? മിക്കവാറും ഷെഫ് പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നോർമലി നാട്ടിലറി യു സ്റ്റാർട്ട് എ ക്ലൗഡ് കിച്ചൺ ബ്രാൻഡ് ആൻഡ് യു ലിസ്റ്റ് ഓൺ സ്വിഗ്ഗി ഓർ തലബാത്ത് ഓർ സൊമാറ്റോ ഓർ വാട്ട് എവർ. ഈ ഒരു മോഡല് ഇപ്പം ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മളെ കോഴിക്കോടാണെങ്കിൽ എല്ലാ പിള്ളേർക്കും വേണ്ടത് എന്നാ പിന്നെ നമുക്കൊരു ഫുഡ്, ഒരു കഫേ അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ഈ ഒരു ക്ലൗഡ് വഴി പോണതിന് എന്താണ് നിങ്ങളൊരു ഒരു അഭിപ്രായം? ഞാന് ഇപ്പം നമ്മൾ കൺസൾട്ടൻസിലും ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കാറെന്ന് വെച്ചാല്, ഇപ്പം ഞങ്ങളടുത്ത് വരാന്ന് വെച്ചാല് എനിക്കൊരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുള്ളത്. 2 വിഭാഗം ഉണ്ടാവും, ഒന്ന് ക്ലൗഡ് കിച്ചണും ഒന്ന് കഫേസും എന്ന് പറഞ്ഞിട്ട്. ഈ ക്ലൗഡ് കിച്ചണായിട്ട് വരുന്ന ആൾക്കാരുടെ ഞങ്ങൾ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് പറയാന്ന് വെച്ചാൽ, ഓക്കെ, വാട്ട്സ് യുവർ എൻഡ് ഗോൾ? എന്തിനാണ് ലൈക്ക് ഈ ക്ലൗഡ് കിച്ചൺ ഇപ്പൊ എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നീ എല്ലാ കോസ്റ്റ് കുറവല്ലേ അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ദ ഫസ്റ്റ് മിത്ത്. കോസ്റ്റ് കുറവല്ല ക്ലൗഡ് കിച്ചൺസിൽ. ക്ലൗഡ് കിച്ചൺസിൽ ആക്ച്വലി റെന്റൽ കൂടുതലാണ്. അഗൈൻ ഇന്ത്യയിൽ എന്താ ഇപ്പോഴത്തെ റേറ്റ് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ദുബായിലോ അല്ലെങ്കിൽ ഖത്തറിലോ ഇതാക്കാണ്. ഒരു പുതിയ ബ്രാൻഡ് ആയിരിക്കും അധികം ക്ലൗഡ് കിച്ചണിലേക്ക് കയറുന്നുണ്ടാവും, അല്ലേ? അതെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് 6 months സെയിൽസ് എന്താന്ന് അറിയില്ല. അതെ, യു ആർ ഗിവിംഗ് എ ഫിക്സഡ് റെന്റൽ ഓവർ ദെയർ, അല്ലേ? നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഫുഡ് കോസ്റ്റ് വരുന്നുണ്ട്, കിച്ചണും എക്യുപ്മെന്റും എല്ലാം വരും. കാരണം ക്ലൗഡ് കിച്ചൺ വരുമ്പോൾ നിങ്ങൾക്ക് സ്പേസ് മാത്രമേ കിട്ടും.
എക്യുപ്മെന്റ് കിട്ടില്ല. ഓക്കെ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഓൺ യുവർ എക്യുപ്മെന്റ്. അതെ ക്യാപെക്സ് ഇല്ല. ക്യാപെക്സ് എന്ന് പറയുന്നത് നമ്മളെ ആ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ അതായത് നിങ്ങൾ റൺ ചെയ്യുന്നതല്ല, ഒപെക്സ് ഉണ്ട്, അതെ. ക്യാപെക്സ് ഉണ്ട്. അതെ അപ്പൊ ഈ ക്യാപെക്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി ഒരു എമൗണ്ട് ഉണ്ട്. കറക്റ്റ് ബട്ട് നിങ്ങളൊരു കഫേ തുടങ്ങുന്നതിന് അത്രയും പൈസ ക്ലൗഡ് കിച്ചൺ ആവില്ല. കറക്റ്റ് അപ്പൊ ഈ ക്ലൗഡ് കിച്ചൺ റൺ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഓക്കെ, ഇത് നിങ്ങൾക്ക് എത്ര കാലം റൺ ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ? പറഞ്ഞു, ഇല്ല, നമുക്കിത് സക്സസ്ഫുൾ ആയാൽ നമുക്ക് രണ്ടാമതൊരു ക്ലൗഡ് കിച്ചൺ എടുക്കാം, പിന്നെ ഒരു മൂന്നാമത്തെ ലൊക്കേഷൻ നോക്കാം, അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സി, ഇത് ഈ പരിപാടി നമുക്ക് ഇവിടെ നിർത്താം. എന്തുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പൈസ അല്ല, ഓപ്പറേറ്റ് ചെയ്യാനല്ല. സി, ഞാൻ എപ്പോഴും പറയാറുള്ളത് ക്ലൗഡ് കിച്ചൺ ഇസ് എ വാലിഡേഷൻ. അതായത് നിങ്ങൾക്ക് നാളെ മറ്റന്നാൾ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാക്ടർ കൊണ്ട് സക്സസ്ഫുൾ ആക്കാം. ഏത് ബിസിനസ് ഇങ്ങനെ റൺ ചെയ്യാം, ബ്രാൻഡ് ഇത്രയും ബിൽഡ് ചെയ്തു, യു ഓൾറെഡി ഹാവ് എ ഓൺ ഗോയിങ് സെയിൽസ് ഹാപ്പനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറന്റ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ബിഫോർ യു സ്റ്റാർട്ട് സ്പെൻഡിങ് ഓൺ ദ കഫേ, കാരണം ആ ഇൻവെസ്റ്റ്മെന്റ് വളരെ ഹ്യൂജ് ആയിരിക്കും. കറക്റ്റ്. ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് എന്ന് നിർത്തണമെന്ന് തോന്നിയാൽ അന്ന് നിർത്താം, അവിടെ നിങ്ങൾ പണി പിടിക്കും. അതെ. അതുകൊണ്ടാണ് ഇപ്പൊ റെസ്റ്റോറന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇതാക്കുന്നപ്പോൾ ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾക്ക് മുന്നേ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ബെറ്റർ സ്റ്റാർട്ട് വിത്ത് ദ ക്ലൗഡ് കിച്ചൺ. ഇത്രയും ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇത്രയും കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇപ്പം നമ്മളിപ്പോ ഒരു സ്റ്റുഡിയോയിൽ ഇതാക്കുന്ന പോലെയാ, ഈ ഒരു സ്പേസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. കാരണം നമുക്ക് അവിടെ റെസ്ട്രിക്റ്റഡ് ആയി. ഇപ്പൊ അടുത്ത ക്യാബിൽ പോയിട്ട് ചോദിക്കാൻ പറ്റില്ല, കുറച്ച് സ്പേസ് എനിക്ക് തരുമോ? ഇല്ല, നിനക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ, അപ്പൊ ഇതിൽ നിന്ന് നീ നോക്കണം ഏറ്റവും മാക്സിമം എത്ര നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ക്ലൗഡ് കിച്ചണിൽ വരാം, നിങ്ങൾക്ക് വലിയ കിച്ചൺ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആകെ ഉണ്ടാവുക ഒരു 100 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ആ 100 സ്ക്വയർ ഫീറ്റിൽ എനിക്ക് നിയർലി ഇപ്പം എന്റെ റെന്റിൽ വരാണ് ലെറ്റ്സ് സേ 5,000 dirhams ഫോർ എക്സാമ്പിൾ. എന്റെ PNL 5,000 എന്ന് പറയുന്നത് 10% ആണ് ആയിരിക്കണം റെന്റില്. അപ്പൊ ഞാൻ 50,000 സെയിൽ ചെയ്യണം. ആ 50,000 എനിക്ക് 100 സ്ക്വയർ ഫീറ്റിൽ ചെയ്യാൻ പറ്റുമോ? അറിയില്ല. അപ്പൊ ഞാൻ എന്താക്കണം? ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഒരു എക്യുപ്മെന്റ് എനിക്ക് ചിലപ്പോൾ 2 എക്യുപ്മെന്റ് ഇട്ടാൽ ചിലപ്പോൾ 50,000 ആക്കാൻ പറ്റും, മനസ്സിലായ? പക്ഷേ അതിനുള്ള സ്ഥലമില്ല. അപ്പൊ ഞാൻ ഒരു എക്യുപ്മെന്റിൽ 2 കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾ ഗോസ് ഡൗൺ ടു ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ. അപ്പൊ അവിടെ നമ്മള് കുറച്ച് സഫർ ചെയ്യും. ബട്ട് ഞങ്ങൾ എന്താക്കും, അവസാനത്തെ പിഴിയെന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു അവസ്ഥയായിരിക്കും. ബട്ട് യു വിൽ ഇവൻച്വലി നോട്ട് ബ്ലീഡ് ടു മച്ച് മണി. അതാണ് മെയിൻ ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. ബട്ട് പിന്നെ അത് ആൾക്കാർ ഒരു ലോങ് ടേം ആയിട്ട് എടുക്കുമ്പോഴാണ് ദാറ്റ്സ് വേ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ബി ലൈക്ക്, ഇപ്പൊ ഇത് റൺ ചെയ്യുന്നുണ്ടല്ലോ, ഇറ്റ്സ് ഓക്കെ, ഇത് കുറച്ചു കാലം കൂടി പോയിക്കോട്ടെ. ബട്ട് ദെൻ ദേ വിൽ ഫോർഗെറ്റ്. അതായത് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ മറന്നു, 2 വർഷം പോവും, 2.5 വർഷം ആകുമ്പോഴേക്കും ആ ബ്രാൻഡിന്റെ വാല്യൂ ഓൾറെഡി പോയി. കാരണം യു മൈറ്റ് ഹാവ് ഗോട്ട് ദാറ്റ് ഒരു സ്പാർക്ക് ആയിരിക്കും. ഒരു 8th month or 9th month ആകുമ്പോഴേക്കും ഒരു നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും ആ ബ്രാൻഡ്, ഇഫ് ഇറ്റ് ഇസ് വർക്കിംഗ് ബ്രാൻഡ്. ദാറ്റ് വാസ് വെൻ യു ഷുഡ് ഹാവ് ആക്ടഡ്. ബട്ട് ഇല്ല, വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ആ സ്പാർക്കും പോയി, വേറെ ബ്രാൻഡ് വന്നിട്ട് ദേ ടുക്ക് ദി സ്പോട്ട്ലൈറ്റ് ആൻഡ് ദേ ലെഫ്റ്റ്. അപ്പം there are അത്രയും ബ്രാൻഡ്സ് ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പൊ ഈ ദുബായ് തന്നെ 13,000 to 15,000 റെസ്റ്റോറൻറ്റ്സ് യു ആർ കോമ്പീറ്റിംഗ് വിത്ത്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ ബ്രാൻഡ് എന്റെ ബിരിയാണി നല്ലതാന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് വന്ന് കഴിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് അപ്പുറത്തെ റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിൽ അവിടെ 50% കൊടുക്കുന്ന വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നുള്ളൂ. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ F&Bയിൽ ഇപ്പം വളരെ കുറവാണ്, വെരി ഓണസ്റ്റ്ലി. ഇപ്പം ഞാൻ എന്താണ് ഈ ബ്രാൻഡ് ലോയൽറ്റി വെച്ച് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇന്ന് ഞങ്ങളൊരു ലെറ്റ്സ് സേ ഒരു 50 dirhams വാങ്ങുന്ന ഒരു സാധനം നാളെ 70 dirhams കൊടുത്തിട്ട് ഈ ലൊക്കേഷൻ ചിലപ്പം ഫുജേറയിലാണെങ്കിൽ അവിടെ വരെ പോയി കഴിക്കാൻ ഉള്ള ലോയൽറ്റി നിങ്ങൾക്ക് ആ ബ്രാൻഡിനോടുണ്ടോ? ചിലപ്പോ ഉണ്ടാവില്ല. ഇപ്പൊ എനിക്കിപ്പോ ഫുജേറ പോകാൻ കുറച്ച് ഇവിടുത്തെ ഫുജേറ വരെ പോകാൻ കുറച്ച് ടഫാണ്. പക്ഷെ വേണമെങ്കിൽ ഞാനൊരു അജ്മാൻ വരെ ഒക്കെ പോവാം. ഇല്ല, സി, അതാണ് ഇപ്പൊ ലൈക്ക്, കാരണം ഫുഡ് എന്ന് പറയുന്നത് ക്രേവിങ്സിനെക്കാട്ടും കൂടുതൽ സമയം വരുന്നത് നമുക്ക് ഭക്ഷണം വിശപ്പുള്ള സമയമാണ്. ആ സമയത്ത് എനിക്ക് ടൈം ഇല്ല. കൺവീനിയൻസ്. വെൻ യു ആർ ഇൻ ഡെലിവറി പ്ലാറ്റ്ഫോം, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങളൊരു കൺവീനിയൻസ് ബിസിനസ്സിലുള്ള ആൾക്കാരാണ്, ഫുഡ് ബിസിനസ്സിലല്ല. ഷാൻ എന്തിനാണ്
പുറത്തു പോയി കഴിക്കാതെ വീട്ടിലിരുന്ന് സോഫയിൽ ഇരുന്നിട്ട് ഫോണും കുത്തിയിട്ട് ഭക്ഷണം വീട്ടിലെത്തിക്കുന്ന ഒരു കൺവീനിയൻസ് ആണ്. എനിക്ക് ഉണ്ടാക്കാൻ വയ്യ, ഉണ്ടാക്കാൻ വയ്യ, പുറത്തു പോകാൻ വയ്യ, എനിക്ക് പാത്രങ്ങൾ കഴുകാൻ വയ്യ. ഇതെല്ലാം കൺവീനിയൻസ് ആണ് സെല് ചെയ്യുന്നത് അല്ലേ? അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ആർ സെല്ലിംഗ് കൺവീനിയൻസ്. ഒരു ഡൗട്ടും ഇല്ല. ഫുഡ് എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ്. സോ വെൻ വി ആർ ഇൻ ടു കൺവീനിയൻസ് ബിസിനസ് വി നീഡ് ടു സീ വാട്ട് കസ്റ്റമർ വാണ്ട്സ്. ആ സമയത്ത് നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ റവന്യൂ വേറൊരാളെടുക്കും. യു വിൽ സ്റ്റിൽ ബി ലൈക്ക് ഇതെങ്ങനെ മെല്ലെ 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 അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ പറച്ചിൽ മാത്രമേ ഉണ്ടാവും. അതാണ് വേറെ ഇത് ഏത് അങ്ങനെ ഒരു അതായത് ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടടുത്ത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം. ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുക്കണം എന്നാണ് ഞാൻ പറയൂ. ഓക്കെ, എനിക്കൊന്ന് ഏകദേശം നമ്മള് ക്ലൗഡ് കിച്ചൺ പരിപാടി മൊത്തത്തില് കമ്പനി എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ വൺ മോർ ക്വസ്റ്റ്യൻ. ഇപ്പം AI is making huge waves. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻ യുവർ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് AI-നെ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ വരാം ഓപ്പറേഷൻസിലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലും AI വളരെ ഇപ്പൊ എന്റെ ബിസിനസ് ലെവലാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, അവരുടെ പ്രൈസിങ് എത്രയാണ്, ഇപ്പോൾ അവരെന്ത് ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്. ഓൾറെഡി ഈസ് ദെയർ. ബേസ്ഡ് ഓൺ ദാറ്റ് AI ക്യാൻ ഗിവ് മീ എ സർട്ടൻ നമ്പർ ഓഫ് പ്രഡിക്ഷൻസ്. അതായത് ഇത് നിങ്ങളുടെ മോസ്റ്റ് സെല്ലിംഗ് ഐറ്റം ആണ്, ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ടിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് കോംബോ ആയിട്ട് സെൽ ചെയ്താൽ കൂടുതൽ മാർജിൻ കിട്ടും. ആൻഡ് ദിസ് ഇസ് അവിടെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലേക്ക് AI വരുന്നത്. നൗ ഓൺ ഓപ്പറേഷൻ സൈഡ് ഇൻവെന്ററി. അതായത് ബേസിക്കലി ഡാറ്റ അനലിസ്റ്റിന് ആവശ്യമില്ല, AI ഒരു ഏജന്റ് ഉണ്ടാക്കുക, കീപ് ഓൺ ഫീഡിങ് ദ ഡേറ്റ. പ്രോബബ്ലി ലൈക്ക് തേർഡ് ഓർ ഫോർത്ത് മന്ത് ആവുമ്പോഴേക്ക് ഇറ്റ് ഷുഡ് ബി റെഡി എന്നുള്ള രീതി. ബട്ട് തന്നെ മെനക്കെട്ടിരിക്കണം ഡെഫിനറ്റ്ലി. ഓപ്പറേഷൻസിൽ വരുന്ന ഇൻവെന്ററി വെരി ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം പർച്ചേസിങ് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് കഴിയുന്ന സമയത്ത് തന്നെ ആ PO പർച്ചേസ് ഓർഡർ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ട് സപ്ലയർ അടുത്ത് സെൻഡ് ചെയ്യാൻ പറ്റും. കാരണം പർച്ചേസിങ്ങും പ്രൊക്യൂർമെന്റിലും ഹ്യൂമൻ ഇന്റർവെൻഷൻ വളരെ കൂടുതലായ ഒരു സ്ഥലമാണ്. അപ്പൊ ചിലപ്പോൾ ഷെഫ് വന്നിട്ട് പറയാണ് ഇതാ എനിക്ക് ഇത്രയും സാധനങ്ങൾ നാളെ രാവിലെ നമുക്ക് കിട്ടണം. ആൾ അതിന്റെ ഇടയിൽ 10 വേറെ PO കിട്ടിയിട്ടുണ്ടാവും. അപ്പം എവിടെയെങ്കിലും മിസ്സായി പോകാൻ ചാൻസ് ഉണ്ടാവും. വേസ്റ്റേജ് കൺട്രോൾ ഉണ്ടാവില്ല. പിന്നെ മെയിൻ ആയിട്ട് എന്ന് വെച്ചാല് ഒരു പർച്ചേസ് ബഡ്ജറ്റ് ഉണ്ടാവും. എനിക്കിപ്പം ഡെയിലി ഒരു ബഡ്ജറ്റ് ഉണ്ട്. നോ മാറ്റർ വാട്ട് മൈ സെയിൽ ഇസ്, എന്റെ ബഡ്ജറ്റ് പർച്ചേസിങ് ബഡ്ജറ്റ് കൂടാൻ പാടില്ല. മന്ത്ലി ബഡ്ജറ്റ് അല്ല, പർച്ചേസിങ് ബഡ്ജറ്റ്. അത് പറഞ്ഞ ഇപ്പം അത് രണ്ട് രീതിയിലാണ് ആക്ച്വലി. ഓക്കെ, അത് എൻ്റെ ഫൗണ്ടർ ചെയ്തൊരു പരിപാടിയാണ് ബേസിക്കലി. ബട്ട് ഇറ്റ് വാസ് എ വർക്കിംഗ് ഔട്ട്. ഞങ്ങളത് ടീമിന് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചൊരു സംഭവമായിരുന്നു. അതായത് നിങ്ങൾക്കുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞിട്ട് വെച്ച്. Now what we have done is that മറ്റുള്ള ദിവസത്തിൽ അവർ എത്ര സേവ് ചെയ്യുന്നു, അവർ 10,000 ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതോ ലൈക്ക് ദേ സേവ്, അതായത് അവർ ദേ അനലൈസ് ദാറ്റ് ദ സെയിൽസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡേ ഇൻ ദ ലാസ്റ്റ് വീക്ക് ടു വീക്ക് ഓർ മന്ത് ടു മന്ത്. ഇതാണ് അവർ ചെയ്തത്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് അവരുടെ അനാലിസിസ് എത്രയാണെന്നുള്ളൊരു ബേസിസ് ഇതാക്കിയതായിരുന്നു. അല്ലാണ്ട് മറ്റേ ഇതായിട്ട് പറഞ്ഞതല്ല. Of course, sales നാളെ if I'm projecting close to 200,000 dirhams സെയിൽ ഒരു ദിവസം നടക്കുകയാണെങ്കിൽ of course എന്റെ പർച്ചേസിംഗ് ബഡ്ജറ്റ് എന്തായാലും കൂടും. ഞാൻ ഇതൊരു നോർമൽ ഡേയിൽ ഉള്ള ഇതിൽ പറയുന്നത് ബേസിക്കലി ഇതാക്കുന്നത്. ഡിപ്ലോയ് മെയിൻ എന്ന് വെച്ചാൽ പ്ലാനിങ്, ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഏതാണ് എന്റെ പ്രയോറിറ്റി. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ 10,000 dirhamsന്റെ ബഡ്ജറ്റിംഗ് വരുമ്പോ എന്റെ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നിന്നാണ്. ഓക്കെ, അപ്പം ഈ പ്രൊഡക്റ്റ് എനിക്ക് സ്റ്റോക്ക് അപ്പ് ചെയ്തേ പറ്റൂ. അപ്പൊ എനിക്ക് ചിലപ്പോൾ മറ്റേത് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റില്ല. ലെറ്റ്സ് സേ എന്റെ ഇല്ലാന്ന് തന്നെ ഞാൻ ക്ലിയർ കട്ടഡ് ആണ്, എന്റെ 10,000 ആണ് ഇന്നത്തെ ബഡ്ജറ്റ്. AI can tell me that you can close these products and you can lose a sale of this but still generate money through the other products. Got it. ഇതെല്ലാം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന, ഇതിന് ആൾക്കാരെ ഇരുത്തേണ്ട ആവശ്യമില്ല. ഇല്ല. It's all depends on how well you feed your data. AI വരുന്നത്. These two are what I see. പിന്നെ മറ്റേ ഫൈനാൻസ് I do not
It is possible. It is Okay. very possible. But എനിക്ക് എപ്പോഴും ഒരു ഡിഫറെന്റ് ആംഗിളിൽ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ human Need to intervention intervene. is something that I always refer to. Okay. HR also is something. Payroll, staff hiring, JDs and all can be created. അതെല്ലാം basic works ആയിട്ടാണ്. Yeah. But if you're talking about impact, Mm. I would say sales marketing and operations Okay. ഈ ഒരു വെർട്ടിക്കൽ ഈ ഒരു സെക്ഷൻസിലായിരിക്കും കൂടുതൽ എൻ്റെ ലൈൻ ഓഫ് ബിസിനസ്സിൽ Okay. വർക്ക് ചെയ്യുന്നുണ്ടാവുക. പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ AI ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല. ഇപ്പം we are actually training some of our staffs to learn how to do it. ഓ, അല്ലെങ്കിൽ ഞങ്ങൾ പ്യൂർലി ഫോട്ടോഗ്രാഫിയാണ് ചെയ്യാറ്. അതായത് AI ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പം, ഫോട്ടോഗ്രാഫി. yes, recently, because we haven't launched any new brands അപ്പൊ നിങ്ങൾക്ക് ആവശ്യമല്ല. ഇപ്പൊ ആവശ്യമുണ്ടായിട്ടില്ല. ആ ബട്ട് ഇപ്പൊ എനിക്കൊരു കോംബോ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഞങ്ങളിപ്പം കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ഫോട്ടോഗ്രാഫി ടീമിനെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയല്ല, ഫോട്ടോഗ്രാഫിയുടെ അടുത്ത് ചെയ്യല്ല. ലെറ്റ് ദം സ്റ്റാർട്ട് ലേണിംഗ് ഓൺ ദ AI പാർട്ട്. ഓക്കെ. സോ ദേ ലേണിംഗ്. പക്ഷെ അതൊന്നും ഞങ്ങൾ എന്താക്കിയിട്ടില്ല, ഇപ്പോഴും പ്ലേ ബുക്കിലേക്ക് പ്ലേ ബുക്കിൽ കയറ്റിയിട്ടില്ല. ബിക്കോസ് സി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനിപ്പോ അത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്കതൊരു ഫുഡായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ we have seen that the conversions on AI pictures have been very less. മനസ്സിലായി. ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തു, എല്ലാ ബ്രാൻഡിലും ഒരു പ്രൊഡക്റ്റ് AI മാത്രം ഇട്ട്, ആൻഡ് വി wanted to see how the market would respond. Shan, like we hardly did any sales on that product, and that product used to do a certain number of orders before. ഓക്കെ. A/B ടെസ്റ്റ് ചെയ്ത് A/B ടെസ്റ്റിംഗ് ഇത് ഒറിജിനൽ ഫോട്ടോ ആണോ വേണ്ടത്, AI ഫോട്ടോ ആണോ വേണ്ടത്? അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചു ക്വാളിറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. പിന്നെ ആൾക്കാർ മനസ്സിലായത് ആൾക്കാര് നല്ലൊരു പിക്ചറിൽ വീഴുന്ന ഒരു ഗുഡ് സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് when they see it, they order regardless of their pricing and all those kind of things. അപ്പം ആ ഒരു ഇഷ്യൂ ഇത് വരുന്ന സമയത്ത് we found that people still want something original. ഓക്കെ. ആ ഒരു ഇതിലാണ് നമ്മൾ ഇതായിട്ടുള്ള. ബട്ട് ഡെഫിനറ്റ്ലി ദർ വിൽ ബി സംതിങ് ദാറ്റ് വി മൈറ്റ് ഡിപ്ലോയ് ഫ്രം ദി AI in order to. ഓക്കെ. അല്ല, അത് ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മള് നമ്മൾ തന്നെ കുറെ ബ്രാൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ AI ഫോട്ടോഗ്രാഫിയാണ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങൾ മൾട്ടിപ്പിൾ മോഡൽസ് ട്രൈ ചെയ്യുന്നുണ്ട്. സം ആർ സക്സസ്ഫുൾ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ A/B ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. ഒറിജിനൽ ഫോട്ടോ ഇടണം, മെറ്റ ഫോട്ടോ ഇടണം, സെയിം സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് കാണിക്കണം, വിച്ച് ഇസ് വർക്കിംഗ് ബെറ്റർ ആണ്. ഓഫ് കോഴ്സ് എല്ലാ ബിസിനസ് മോഡൽസും ഡിഫറെന്റ് ആയതുകൊണ്ട് യു ഡോണ്ട് നോ ഹൗ ദ കസ്റ്റമേഴ്സ് വിൽ റിയാക്ട്. ഓക്കെ. ഇനി വേറൊരു കാര്യം ചോദിക്കാം. ആർ യു ഗൈസ് ഇൻവെസ്റ്റിംഗ് ഇൻ മേ ബി ചെറിയ ചെറിയ ക്ലൗഡ് കിച്ചൺ ബ്രാൻഡ്സിൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഫൗണ്ടേഴ്സ്? From a company's perspective or from a founder perspective? Both. As a person as well as a company. See, we scout. Okay. Obviously, we scout for good opportunities. We scout for good founders. പല രീതിയിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം what we scout right now is in Qatar market. കാരണം ഞങ്ങളുടെ ഫെസിലിറ്റീസ് എത്രത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ടീസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മാർക്കറ്റിലാണ് ഇപ്പോൾ. മനസ്സിലായി. ബട്ട് ഇഫ് ദർ ഇസ് സംതിങ് എക്സൈറ്റിംഗ്, ഡെഫിനറ്റ്ലി വി ഡു റീച്ച് ഔട്ട് ടു ദം ടു സീ. പക്ഷേ നിങ്ങൾ കൂടുതലും ഫോക്കസ് ഖത്തറിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുണ്ടെങ്കിൽ that would be something which you would be. ഖത്തറിൽ യൂണിക്നെസ് അല്ല. അഗൈൻ as I said, what we keep an eye on is founders. ഫൗണ്ടറിനെ വിശ്വാസമുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്. മേ ബി ഐ എം റോങ്. ഓക്കെ. പ്രോഡക്റ്റിൽ വിശ്വസിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബട്ട് നാളെ ആ ഫൗണ്ടർ തീർന്ന് ആ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ്. So that way, we are at that stage. We are looking at founders level. Okay. ഓക്കെ. അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഖത്തറിൽ ഒരു ഫൗണ്ടറെ മോക്ക എൻ്റെ മുന്നിൽ വന്നു. ഈ ബ്രിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് എനിക്കറിയില്ല, മീൻസ് ഭയങ്കര ഹൈ എൻഡ് ആണ്, പ്രീമിയം ആണ്. ആ ഒരു റേഞ്ചിൽ ഡു യു തിങ്ക് എ ക്ലൗഡ് തിങ് വിൽ വർക്ക്? I don't know why you asked that question particular to me, because എൻ്റെ ടോപ്പ് 3 ഐറ്റംസിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ബീഫ് ബ്രിസ്ക്കറ്റ് ബർഗർ. അടിപൊളി. ഓക്കെ. ആൻഡ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഖത്തറിൽ വന്നപ്പോ ഒരു അറബിയാണ് എനിക്ക് ബ്രിസ്ക്കറ്റ് വാങ്ങിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് തന്നെ. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്കെന്തോ അത് പെട്ടെന്ന് വന്നത്. അതിനെന്തോ ഒരു
അമേരിക്കയിൽ കൊണ്ടുവന്ന മെഷീനൊക്കെ ഉണ്ടായിരുന്നു. യെസ്, മറന്നുപോയി എന്റെ പേര്, ആ, ഒരു എക്സാക്ട് ടേം എനിക്കറിയില്ല, മനസ്സിലായി. വണ്ടിമേൽ വലിച്ചോണ്ട് കൊണ്ടുപോകാം. സ്മോക്ക് ബേർണർ പോലത്തെ ഒരു സാധനം. യെസ് യെസ്, കറക്റ്റ്. 12 hours വെക്കുക. എക്സാക്ട്ലി, സ്ലോ കുക്കിംഗ് മെത്തേഡിലുള്ള ഇത്. ഇറ്റ്സ് ലൈക്ക് സ്റ്റേക്ക്. അതല്ല, കാരണം അതിന്റെ എക്സ്പീരിയൻസ് ആ ചൂടോടെ കിട്ടുന്നതിന്റെ ഇതാണ് കറക്റ്റ് ഇതാക്കുന്നത്. ഡെലിവറിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡെലിവറി ടൈമാണ്. കാരണം ഒരു പോയിന്റ് നിന്ന് മറ്റേ പോയിന്റിലേക്ക് സാധാരണ എത്തുന്ന ടൈം, ഒരു ആവറേജ് ടൈമിംഗ് എന്ന് പറയുന്നത് 18 to 23 minutes ആണ്. 18 to 23 minutes, അതാണ് ആവറേജ്. അതെ. Now there are brands who are doing it between 9 to 15 minutes also. ഇതൊരിക്കലും കോൺസ്റ്റന്റ് ആവില്ല. കാരണം എന്റെ റെസ്റ്റോറന്റ് ഒരു സ്ഥലത്താണ്, പക്ഷെ എന്റെ കസ്റ്റമേഴ്സ് ഒരു സ്ഥലത്തല്ല. കസ്റ്റമേഴ്സ് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടാണ് ഉള്ളത്, അല്ലേ? ഇപ്പം എന്റെ ഡെലിവറി റേഡിയസ് എന്ന് പറയുന്നത് 10 kilometer ആണെങ്കിൽ മേ ബി ദേ വിൽ ഗെറ്റ് ക്വിക്കർ ദാൻ ദ വൺ ഹു ഇസ് ഇൻ 15 kilometers. ആ സമയത്ത് യു ആർ ടോക്കിംഗ് അബൌട്ട് ക്വാളിറ്റിയിൽ ഒരു സാക്രിഫൈസ് വരാണ്. എക്സ്പീരിയൻസ് ആണ്. ബ്രിസ്ക്കറ്റ്സ് ആർ എക്സ്പീരിയൻസ്, മനസ്സിലായോ? ഇപ്പൊ സ്റ്റേക്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. അതില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഐറ്റം അല്ല. അപ്പം when you're talking about that kind of level in cloud kitchen, it might be a little risky in terms of consistency main ആയിട്ട്. അത് ഒരു ഫാക്ടറാണ്. ആൻഡ് മാർജിൻസ് ദാറ്റ് യു മേക്ക്, ബിക്കോസ് ഒരു ബ്രിസ്ക്കറ്റിന് നമ്മളിപ്പം സാധാരണ പുറത്തുകൊണ്ട് കൊടുക്കുന്നതാണ് ലെറ്റ്സ് സേ 110, 120 dirhams. നാട്ടിലൊരു 2400, ഐ മീൻ ഇപ്പോഴത്തെ റേറ്റിൽ നോക്കുമ്പോൾ 3000 രൂപ. അത്രയും ഒരു മീലിന് കൺസിസ്റ്റൻസി ഓഫ് ദറ്റ് വോളിയം കുറവായിരിക്കും. ആഴ്ചയിൽ ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് വരും. യു കാണ്ട് എക്സ്പെക്ട്. ഞാൻ ഇപ്പോൾ ഒരു ബർഗർ വിട്ടിട്ട് 70 ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഇൻ ബ്രിസ്ക്കറ്റ് പ്രോബ്ലി ഐ എം ലുക്കിംഗ് അറ്റ് 5 to 10. അതായിരിക്കും എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഡെയിലി ഫുഡ്. അതാണ്. ഡൺ. എനിവേസ്, ഇറ്റ് വാസ് ഫൺ ടോക്കിംഗ് ടു യു. എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ഔട്ട് ചെയ്യുമ്പോൾ കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്നെ ഹാൻഡിൽ ചെയ്തോളി. ബട്ട് ഐ തിങ്ക് യു ഗൈസ് ആർ ഡൂയിങ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ക്ലൗഡ് കിച്ചൺ വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ ക്ലൗഡ് കിച്ചൺ ഒരു സാധനം ഉണ്ട്, നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് മാത്രം ചെയ്താൽ മതി. ദെൻ യു ഹാവ് ടു സ്ലോലി ബ്രാഞ്ച് ഔട്ട് സോ ദാറ്റ് യു ബിൽഡ് ദ ബ്രാൻഡ് ലോയൽറ്റി. ഇതൊക്കെ വളരെ ക്ലിയർ ആണ്. ഐ തിങ്ക് ദിസ് വാസ് മൈ ഹോൾ ഐഡിയ. നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആൾക്കാർക്ക് ഇപ്പം ഹോട്ടൽ ഓണേഴ്സിന് ഇ കൊമേഴ്സ് അറിയില്ല. ഇതും വേ ഓഫ് ഇ കൊമേഴ്സ് ആണല്ലോ, ക്വിക്ക് കൊമേഴ്സ്. ഓക്കെ, so I think we'll wind the session off. Thank you very much. Thank you so much and all the very best. We'll see you soon again. Inshallah.